Hello all, welcome to PK Learnings. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. എല്ലാത്തരം എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് സെഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഒരു ചിത്രമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഈസ് നൗ വൈഡ് അവൈക്ക്, വി ഷാൽ പ്രിവെയിൽ ആൻഡ് വി ഷാൽ ഓവർകം. എന്തായിരുന്നു ഇത്തരത്തിലൊരു കാര്യം പറയാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകം? 1992 ബജറ്റ് സമ്മേളനത്തിലാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. എന്തായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ക്രൈസിസ്? ഈ ഒരു ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്ത്യ ചെയ്തത് എന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു ദ സെഷൻ ഓഫ് ദ ന്യൂ ഇക്കണോമിക് റിഫോംസ്, അല്ലെങ്കിൽ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. എന്തായിരുന്നു നവ സാമ്പത്തിക പരിഷ്കാരങ്ങളെന്നും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇന്ത്യനെ അത് എത്രത്തോളം ഗുണകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്, എന്തായിരുന്നു ഇത്തരത്തിലൊരു ക്രൈസിസിലേക്ക് കൊണ്ടുവന്ന സാഹചര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് എന്താണ് ഈ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ നവ സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കുന്നത് PV നരസിംഹറാവുവിൻ്റെ കാലത്താണ്. നമുക്ക് ആദ്യം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങാം. ഇന്ത്യ ഈ നവ സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കുന്നത് PV നരസിംഹറാവുവിൻ്റെ കാലത്താണ്. അതായത് 1991 പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. 1991 എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് നോക്കണം? 1989 മുതലുള്ള മാറ്റങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പൊളിറ്റിക്കൽ സെനാരിയോ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇന്നത്തെ പൊളിറ്റിക്കൽ സെനാരിയോയുടെ പ്രത്യേകത? 1989 ഇന്ത്യ അന്ന് ആരുടെ കീഴിലായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു. അപ്പോൾ അതിന് മുന്നത്തെ ഒരു ഏറ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഒരു നെഹ്റുവിയൻ ഏറ എന്ന് പറയാറുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ഒരു ഏറ എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ ഒരു ഫാമിലി ലീനിയേജ് ആ ഒരു ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമന്ത്രിമാർ ലോങ് ടൈമിൽ ഇന്ത്യ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് രാജീവ് ഗാന്ധിയാണ് പിന്നീട് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ഇദ്ദേഹം 1989 ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്. അന്നുണ്ടായ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, അതായത് ബൊഫോഴ്സ് അഴിമതി വരികയാണ്. അതുകൂടാതെ ആ സമയത്താണ് രാം ജന്മഭൂമിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. കൂടാതെ മറ്റ് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1989 ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ ഒരു കയോട്ടിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം 1989 പിന്നീട് നടന്ന ഇലക്ഷനിൽ VP സിംഗ് അധികാരത്തിൽ വരികയാണ്. VP സിംഗ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനും തുടരാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഘടകകക്ഷിയായിരുന്ന BJP സപ്പോർട്ട് പിൻവലിച്ചതിന് ശേഷം LK അദ്വാനിയുടെ അറസ്റ്റ് ചെയ്തതുപോലെ പൊളിറ്റിക്കൽ സെനാരിയോസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഇക്കണോമിക് റിഫോംസ് നടപ്പിലാക്കണം എന്നൊരു പ്രഷർ ആ ഒരു കാലഘട്ടം മുതലേ ഉണ്ടെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. 80 മുതലേ ഇത്തരത്തിലൊരു പ്രഷർ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കണം, ഇന്ത്യയുടെ എക്കണോമിക് പോളിസികളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരണം, ഒരു കംപ്ലീറ്റ് സോഷ്യലിസ്റ്റിക് രീതിയിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ടെന്യൂർ, ഒരു വർഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ VP സിംഗ് അധികാരത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. പിന്നീട് വരുന്നത് ചന്ദ്രശേഖർ ഗവൺമെൻറ്റാണ്. എന്നാൽ ചന്ദ്രശേഖർ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നോക്കിയാലും നമുക്ക് കാണാം, അദ്ദേഹം 4 മാസം 5 മാസത്തോളം തികച്ചു ഭരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി, നമ്മുടെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പിന്തുണ പിൻവലിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ വീണ്ടും മുന്നോട്ട് തുടരാൻ പറ്റാതെ അദ്ദേഹവും വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ടെന്യൂറിൽ മാത്രം 89 മുതലുള്ള ടെന്യൂർ നോക്കിയാൽ രാജീവ് ഗാന്ധിക്ക് ശേഷം VP സിംഗ് വരുന്നു, VP സിംഗിന് ശേഷം ചന്ദ്രശേഖർ വരുന്നു. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇന്ത്യയിൽ അന്ന് സംജാതമായത്. എന്നാൽ 1991 വീണ്ടും ഇലക്ഷൻ നടക്കുകയാണ്. ഈ ചന്ദ്രശേഖർ ഇറങ്ങിയതിനു ശേഷം വീണ്ടും അധികാരത്തിൽ വരാനായിട്ട് രാജീവ് ഗാന്ധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 1991 ശ്രീ പെരുമ്പതൂരിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. എന്നാൽ ഈ ഇലക്ഷന് ശേഷം വീണ്ടും ഒരു പുതിയ മുന്നണി വരികയാണ്, പുതിയൊരു അധികാരം വരികയാണ്. അങ്ങനെയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ട് PV നരസിംഹറാവു അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആര് വരികയാണ്? PV നരസിംഹറാവു വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു തൂക്കു മന്ത്രിസഭയാണ് വരുന്നത്. ഈ തൂക്കു മന്ത്രിസഭ വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഘടകകക്ഷികളുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഘടകകക്ഷികളുടെ കൂടെ പ്രഷറോട് കൂടി ഇന്ത്യ ഒരു പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇതിനും പുറമെ ഒരുപാട് ക്രൈസിസുകൾ ഇന്ത്യക്ക് വരികയാണ്. ഈ ക്രൈസിസുകളോട് കൂടിയും കൂടാതെ എക്സ്റ്റേണലായിട്ട് വരുന്ന പ്രഷറൊക്കെ ചേർന്നിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നയങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതായിരുന്നു അന്നത്തെ പൊളിറ്റിക്കൽ സെനാരിയോ എന്ന് പറയുന്നത്. PV നരസിംഹറാവു എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇദ്ദേഹം 5 വർഷത്തെ ടെന്യൂർ പിന്നീട് പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. കൂടാതെ 1991 നവ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു.
ഇനി ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധനമന്ത്രി ആയിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഗോൾഡൻ എറ ആയിരുന്നു. ഇദ്ദേഹം അതിന് മുന്നേ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലാണ് അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതിന് ശേഷം പുറത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. ഈ പഠന കാലഘട്ടങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇദ്ദേഹം പിന്നീട് ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഗവൺമെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് മാറുന്നുണ്ട്. 82 മുതൽ 85 വരെയുള്ള ഒരു കാലഘട്ടം നോക്കിയാൽ അദ്ദേഹം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു പ്രാവീണ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നീട് ഗവൺമെന്റ് വരുന്ന സമയത്ത് ഇന്ത്യയിൽ വളരെ ഇക്കണോമിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇയർ ആണ്, അല്ലെങ്കിൽ ഒരു ഡെക്കഡായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം 90കൾ എന്ന് പറയുന്ന കാലഘട്ടം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റ് വരുമ്പോൾ ഇദ്ദേഹത്തെ തന്നെ ധനമന്ത്രിയായിട്ട് PV നരസിംഹറാവു അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇക്കണോമിക് റിഫോംസ് പോലുള്ള കാലഘട്ടം സംജാതമായി എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇദ്ദേഹം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഇത്ര വലിയ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ ഫോറമുകളിലൊക്കെ ചെന്നിട്ട് ഇന്ത്യക്ക് സംസാരിക്കാനും ഇന്ത്യയുടെ ഇക്കണോമിക് സിറ്റുവേഷൻസിന് വേണ്ട ഡിമാൻഡ്സ് പറയാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആര് ചെയ്യുന്നുണ്ട്, ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അല്ലെങ്കിൽ നവസാമ്പത്തിക നയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇതിന്റെ പിതാവായിട്ട് വിളിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, PV നരസിംഹറാവു ആണ് അന്നത്തെ പ്രധാനമന്ത്രി. എന്നാൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ്. അദ്ദേഹം അന്നത്തെ ധനമന്ത്രിയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ധനനയവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് 1991 ജൂലൈ 24 നയങ്ങൾ നടപ്പിലാക്കുകയാണ്. അതിനുശേഷമുള്ള ബജറ്റ് സമ്മേളനത്തിലാണ്, 92 നടന്ന ബജറ്റ് സമ്മേളനത്തിലാണ് എന്ത് പറയുന്നത്, നമ്മൾ മുന്നേ കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആര് പറയുന്നത്, ഡോക്ടർ മൻമോഹൻ സിംഗ് പറയുന്നത്, ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ ക്രൈസിസിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിനെ നേരിടും, നമ്മളതിനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ ഇന്ത്യ ഒരു പുതിയ ഇന്ത്യ ആയിട്ട് സൃഷ്ടിക്കപ്പെടും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം ആ ഒരു ബജറ്റ് സ്പീച്ചിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നവ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു ഈ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് നയിച്ചത്? ഒരു പൊളിറ്റിക്കൽ സെനാരിയോയും പൊളിറ്റിക്കൽ പ്രഷറിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചു. എന്നാൽ ഇതിന് ശേഷം വന്ന കാര്യങ്ങൾ, ഇത് കൂടാതെ പ്രധാനമായിട്ടും ഇതിലേക്ക് നയിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉയർന്ന ധനകമ്മിയും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്താണെന്ന് വളരെ വിശദമായിട്ട് നമുക്ക് പറയാനുണ്ട്. നമുക്ക് ക്ലാസിന്റെ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നും ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്താണെന്നും ഇതിന്റെ കമ്പോണൻസ് എന്താണെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു പ്രധാനമായിട്ടും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷറി രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ രാജ്യങ്ങളുമായിട്ടും കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാ രാജ്യങ്ങളും അമേരിക്കയായിട്ടും ചൈനയായിട്ടും ഫ്രാൻസുമായിട്ടൊക്കെ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടും ഉണ്ടാവും എക്സ്പോർട്ടും ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങോട്ട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതിനൊക്കെ ഒരു കറൻസി എക്സ്ചേഞ്ചിന്റെ ആവശ്യം ഉണ്ടാവും. ഇത് നമ്മൾ റെക്കോർഡിക്കലായിട്ട് മാർക്ക് ചെയ്യണം, എത്രത്തോളം എക്സ്പോർട്ട് ചെയ്തു, എത്രത്തോളം ഇമ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങളുമായിട്ടും ചിലപ്പോൾ ട്രേഡ് സർപ്ലസ് ഉണ്ടാവാം. അപ്പോൾ ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് അമേരിക്കയായിട്ട് പണ്ട് ട്രേഡ് സർപ്ലസ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ട് കടത്തി വിടുന്ന അല്ലെങ്കിൽ കയറ്റി അയക്കുന്ന വസ്തുക്കളായിരിക്കും കൂടുതൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളെക്കാളും കൂടുതലായിരിക്കും അങ്ങോട്ട് കടത്തി വിടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രേഡ് സർപ്ലസ് എന്ന് വിളിക്കാൻ പറ്റും. നേരെ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, ട്രേഡ് ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കുക. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, പണം വേണം. പണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കറൻസികളാണ്. ഓരോ കറൻസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റുപ്പിയിലല്ല നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ കറൻസി റുപ്പിയാണെങ്കിലും നമുക്കൊരു കോമൺ കറൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസികൾ ഉണ്ടാവും. ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്ന തരത്തിലുള്ള കറൻസികൾ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു കറൻസിയാണ് എന്ത്, ഡോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം, ആവശ്യത്തിന് ഡോളറുകൾ വേണം. അപ്പോൾ ഇതിനൊക്കെ റെക്കോർഡിക്കലായിട്ട് മാർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്രൈസിസ്, ഇന്ത്യക്ക് ആവശ്യമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള സർപ്ലസ് മണി, അതായത് മണി കയ്യിലുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിനാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് ജനറലി ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലയുടെ കാര്യക്ഷമതയാണ് അടുത്തത്. അപ്പോൾ കാര്യക്ഷമതയുടെ കുറവാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം പൊതുമേഖല എന്ന് പറയുമ്പോൾ സർക്കാർ കാര്യം എന്നൊക്കെ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്. എന്താണ്, ഏറ്റവും കൂടുതൽ റെഡ് ടേപ്പിസം കാണുന്നു. എന്താണ് റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാൽ, ചുവപ്പ് നാടയിൽ കുരുങ്ങി പോകുന്നു. നമ്മളൊരു പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമാണെങ്കിലും ഇക്കണോമിക്ക് ഒരുപാട് ബൂസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒരു എന്തായിരുന്നു എന്ന ഒരു കാലഘട്ടം വരെയുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്നൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരുപാട് റെവല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടങ്ങൾക്ക് മുമ്പേ എന്താണ്, വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒന്നായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ സ്ലോ ആയിട്ട് ഒരു പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെയും നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ലോ പ്രോസസ്സിലൂടെ ഇതിന്റെ മാനേജ്മെന്റ് എഫിഷ്യൻസി ചോദ്യം ചെയ്യപ്പെടുകയും ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഗവൺമെന്റിന് ഭീമമായ നഷ്ടം നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് എന്ത് ചെയ്തു,
ഈ പരിഷ്കാരങ്ങളിലേക്ക് കുറച്ചും കൂടി വിരൽ ചൂണ്ടി ഇതൊരു പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ മാനേജ്മെന്റ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവുകയും ഇത്തരത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു മോട്ടീവുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില സെക്ടറുകൾ ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വെൽഫെയർ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മാത്രം ഗവൺമെന്റ് കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രധാനമായിട്ടും ഈ പറയുന്ന പരിഷ്കാരങ്ങളുടെ ഒരു കേന്ദ്ര മോട്ടീവായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ലോക കമ്പോളത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, സ്വതന്ത്ര വിപണിക്ക് അനുകൂലമായ വാദഗതികൾ. അപ്പോൾ എന്താണ് ഈ സ്വതന്ത്ര വിപണിക്ക് അനുകൂലമായ വാദഗതികൾ എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ടാണ്. ഓരോ രാജ്യങ്ങളും അവരുടെ ക്ലോസ്ഡ് ഇക്കോണമിയിൽ നിന്നും ഓപ്പൺ ഇക്കോണമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇവരുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ യഥേഷ്ടം ആളുകൾക്ക് വന്ന് കച്ചവടം ചെയ്യാനും പോകാനും പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണ്. നമുക്ക് ഒരു റിസോഴ്സ് മാത്രമല്ല, ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അന്നത്തെ കാലഘട്ടം നോക്കിയാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കമ്പനി മാത്രമേ ഉണ്ടാവൂ. ഇപ്പോൾ നമുക്കൊരു ടി വി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കമ്പനി മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഈ സാധനം ഓർഡർ ചെയ്ത് വരണമെങ്കിൽ ഇപ്പോൾ വേറെ കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വളരെ എന്തായിരിക്കും, ലേസി ആയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കിത് ഓർഡർ ചെയ്തിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. നമുക്കൊരു ചോയ്സ് ഇല്ല, ഇന്ന കളർ വേണം അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണം എന്ന് പറയുന്ന ഒരു ചോയ്സ് ഉണ്ടാവില്ല. എന്നാൽ അതിന് പകരം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് കോമ്പറ്റീഷൻ കൂട്ടുമ്പോൾ സമയത്ത് എന്താ പറ്റുക? ഓരോ കമ്പനികളും അവരുടെ ബ്രാൻഡിങ് വളരെയധികം ശ്രദ്ധിക്കുന്നത് കൊണ്ടും അവരുടെ വില എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ക്വാളിറ്റി എന്ന് പറയുന്ന ഫാക്ടറൊക്കെ അവർ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങും. ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമുക്കൊരു റിസോഴ്സ് ഒരുപാട് കൂടുതലായിരിക്കും, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അങ്ങനത്തെ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള സെക്ടറുകളൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? ലോക രാജ്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ പ്രൊഡക്റ്റുകൾ എല്ലാ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു മോട്ടീവ് ഉണ്ടാവും. ഒരു ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു വലിയ സെക്ടർ, ഇപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വേൾഡ് ബാങ്കും IMF പോലുള്ള സംഘടനകളൊക്കെ ഇതിനെ പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നു. ഇവരുടെ അടുത്തേക്ക് ഫണ്ട് ചോദിച്ചു വരുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു ഫ്രീ ട്രേഡ് നടത്തണം, അല്ലെങ്കിൽ ഇവരുടെ ഇക്കോണമി പുറത്തേക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം എന്നുള്ള കണ്ടീഷൻസ് വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, അവർക്ക് പ്രധാനമായിട്ടും അന്ന് സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയുള്ളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇന്ത്യക്ക് ഇത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറുകയാണ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി 1990 ഗൾഫ് യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും 1990 ഗൾഫ് യുദ്ധത്തെ പറ്റി. ഇതെങ്ങനെയാണ് ഇന്ത്യനെ ബാധിക്കുക? ഇന്ത്യ ഏറ്റവും പ്രധാനമായിട്ടും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? ഈ പറയുന്ന ഗൾഫ് കൺട്രീസിൽ നിന്നായിരുന്നു. ഇറാൻ, ഇറാഖ് പോലുള്ള പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ക്രൈസിസ് നടക്കുമ്പോൾ ഓയിൽ പ്രൈസസ് സ്കൈറോക്കറ്റ് ചെയ്ത് ഒരുപാട് മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇന്ത്യക്ക് ഈ പറയുന്ന ഓയിലിൻ്റെ പ്രൈസ് വളരെയധികം കൂടാൻ തുടങ്ങി. എങ്ങനെയാണ് ഓയിലിൻ്റെ പ്രൈസ് ഇന്ത്യയെ വളരെയധികം പിന്നെയും ബാധിക്കാം? ഈ ഓയിൽ വാങ്ങിക്കുന്ന പൈസയ്ക്ക് മാത്രമല്ല കൂടുന്നത്, ഓയിൽ പ്രൈസ് കൂടുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുക എന്നാണ് അർത്ഥം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെയും വില ഉയരും. ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇൻഫ്ലേഷൻ മാത്രം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യത്തിലേക്ക് വരെ നയിച്ചേക്കാം. അപ്പോൾ ഓയിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് യുദ്ധം ഒരു നിർണായകമായിട്ടുള്ള ഫാക്ടറായിട്ട് മാറിയിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. വ്യവസായവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും പൂർവേഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായ സാമ്പത്തിക വളർച്ച. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈസ്റ്റ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ അവരുടെ മാർക്കറ്റ് തുറന്നു കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? വളരെയധികം ഇക്കണോമിക് ഫ്ലറിഷ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഒറ്റ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 1970കളുടെ അവസാനമായപ്പോഴേക്കും ചൈനയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഡെൻ ഷിയാവോപിങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന അതുവരെ ഉണ്ടായിരുന്ന ഒരു ക്ലോസ്ഡ് ഇക്കോണമി, ഇന്ത്യ പോലെ തന്നെ ഒരേപോലെ വളർന്നു വന്നിരുന്ന ഒരു ഇക്കോണമി ആയിരുന്നു ചൈനയുടേത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞ് ചൈന ഇന്ത്യയെക്കാളും ബഹുദൂരം മുന്നിലേക്ക് പോവുകയാണ് ഇക്കോണമിയുടെ കാര്യത്തിൽ. ചൈനയുടെ മാപ്പ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ചൈനയുടെ ഒരു ഫുൾ ഏരിയ ഒക്കുപ്പൈഡ് അല്ല, വലിയൊരു രാജ്യമാണ് ചൈന. ചൈനയുടെ ഒരു ചെറിയ പ്രദേശം കോസ്റ്റലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രദേശമാണ് പ്രധാനമായിട്ട് ഒക്കുപ്പൈഡ് ആയിട്ടുള്ളത്. ഈ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് അവർ ഇക്കോണമി വളരെയധികം ഫ്ലറിഷ് ചെയ്യാണ് പിന്നീട് ചെയ്തത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു അന്നത്തെ ചൈനയുടെ പ്രീമിയർ ആയിരുന്ന ഡെൻ ഷിയാവോപിങ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഇക്കണോമിക് റിഫോംസ് നടപ്പിലാക്കുകയാണ് ചൈനയിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈന പിന്നീട് വളരെയധികം വളർച്ച പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ഇത്തരത്തിൽ ഇക്കണോമി തുറന്നു കൊടുത്താൽ വലിയ ലാഭത്തിലേക്ക് എത്താനും GDP ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാണുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ലോകബാങ്കിൻ്റെയും IMFിൻ്റെയും നിബന്ധനകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വേൾഡ് ബാങ്ക്, IMF പോലുള്ള സംഘടനകൾ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന രാജ്യങ്ങളെ എല്ലാം പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരുന്ന എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു ഗ്ലോബലൈസേഷൻ ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യിക്കാനാണ്. ലോകം മുഴുവൻ ഒരിട്ട് തറവാട് എന്നൊക്കെ പറയുന്നത് പോലെ മാർക്കറ്റ് എന്ന് പറയുന്നതിന് ഒരു ബോർഡർ ഇല്ലാതെ, ഒരു ബൗണ്ടറി ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയണമെന്നാണ് പ്രധാനമായിട്ട് ഇവർ ചിന്തിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും, ഷെൻജങ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട്. ഈ ഷെൻജങ് പ്രവിശ്യയിൽ പ്രധാനമായിട്ട് ഇവരുടെ ഇക്കണോമി സിസ്റ്റത്തിനെ ഉദ്ദേശിക്കുന്നത്. പല രാജ്യങ്ങളുണ്ട് ഈ ഒരു യൂറോപ്യൻ യൂണിയനിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരുപാട് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാണ്.
യൂറോ എന്ന് പറയുന്ന ഒരു കോമൺ കറൻസി ക്രിയേറ്റ് ചെയ്ത് ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്നു, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോകാൻ സാധിക്കുന്നു. ഇത്തരത്തിലൊരു ക്രൈസിസ് ഇല്ലാതെ ഒരു ഹാർമണിയോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻസ് ഇത് തന്നെ ലോകമെമ്പാടും പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോക ബാങ്കും IMF എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ അവരുടെ ക്രൈസിസ് വരുന്ന സിറ്റുവേഷൻസിൽ ഒരുപാട് കാര്യങ്ങൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർക്ക് സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി. ഇതിനൊക്കെ ഇവർ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് എന്തിലേക്ക് നയിക്കുന്നു, പിന്നീട് ഗ്ലോബലൈസേഷനിൽ നയിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവരുടെ മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പൺ ആക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇത്തരത്തിലുള്ള നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കാനായിട്ട് ഇന്ത്യക്ക് നിർണായകമായിട്ടുള്ള ചില ഫാക്ടേഴ്സായിട്ട് മാറിയത് ഇത്തരത്തിലുള്ള കണ്ടീഷൻസുകളാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു പോയിന്റ്സ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് വയ്ക്കുമ്പോൾ, അതായത് പൊളിറ്റിക്കൽ സെനാരിയോ റിയലിസ്റ്റിക് ആയിട്ട് ഓർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ചിക്കോൺ ചെയ്ത് കിടക്കുക. അപ്പോൾ വെറുതെ കാണാപ്പാടം പഠിച്ചതിന് ശേഷം ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്നു, അല്ലെങ്കിൽ ഗൾഫ് വാർ വന്നു, ഇതൊക്കെ കാണാപ്പാടം പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് നിൽക്കണമെന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയെ ആ ഒരു ക്രൈസിസിലേക്ക് എത്തിച്ചു, ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ എത്തിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഹിസ്റ്ററി പോലെ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട്. എന്തിനാണ് വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരം? എന്തിനാണ്? ഇത്തരത്തിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറൻസി എക്സ്ചേഞ്ചിന് വേണ്ടി. അന്താരാഷ്ട്ര വാണിജ്യത്തിന് ഉപയോഗിക്കാനായി അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട് മുതലായ നാണയങ്ങളാണ് കരുതൽ ശേഖരത്തിൽ പ്രധാനമായും ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ കൺട്രികൾ യൂസ് ചെയ്യുന്ന കറൻസികളായിരിക്കും എന്ത്, അമേരിക്കൻ ഡോളർ. നമ്മൾ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ പോലുള്ള സംഘടനകൾ ഇപ്പോഴാണ് വന്നതെങ്കിലും അന്ന് യൂറോ യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. യൂറോപ്പിൽ പ്രധാനമായിട്ടും ആളുകൾ യൂസ് ചെയ്യുന്ന യൂറോ കറൻസി, പൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ യൂസ് ചെയ്യുന്ന പൗണ്ടാണ്. അപ്പോൾ അമേരിക്കൻ ഡോളർ ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്തൊരു കറൻസിയാണ്. ഇത്തരത്തിലുള്ള നാണയങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ കരുതൽ ശേഖരത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാവണം. പല രാജ്യങ്ങളുടെയും കരുതൽ ശേഖരത്തിൽ ഇത് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത്തരം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ നമ്മൾ റുപ്പിയായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം ആ രാജ്യത്ത് നിന്ന് വാങ്ങണം, നമ്മുടെ രാജ്യത്ത് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ആ രാജ്യത്ത് നിന്നും ഈ ഒരു സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പണം കൊടുക്കണം. ഈ പണം എന്ത് ചെയ്യണം, നമ്മുടെ പണം കൊടുത്താൽ പോരാ, കറൻസികളുടെ റിസർവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അവർക്ക് യൂറോ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് യൂറോ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള റിസർവ്ഡ് കറൻസീസ് എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ഉണ്ടാവണം. സാധാരണയായിട്ട് 10-12 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിന് വേണ്ട വിദേശ നാണയം കരുതൽ ശേഖരത്തിൽ ഉണ്ടാവേണ്ടതാണ്. പ്രധാനമായിട്ട് ഇതെങ്ങനെയാണ് വരുന്നത്, നമ്മുടെ രാജ്യത്തേക്ക് സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് അവർ പൈസ തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള കറൻസിയിൽ മേടിക്കാം. എന്നിട്ട് നമുക്ക് വേറെ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ ഇങ്ങോട്ട് വരുത്തണമെങ്കിൽ ആ കറൻസി ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ 10-12 ആഴ്ചത്തെ വ്യാപാരത്തിന് വേണ്ടിയുള്ള കറൻസികളെങ്കിലും നമ്മുടെ കയ്യിൽ അറ്റ് എ ടൈം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കറൻസി റിസർവായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ 1991 നമ്മൾ ഈ പറയുന്ന കാലഘട്ടം, നമ്മൾ ഈ ക്രൈസിസ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു, കഷ്ടിച്ച് 2 ആഴ്ചത്തെ ആവശ്യത്തിനുള്ള വിദേശ നാണയം മാത്രമേ ഇന്ത്യയുടെ പക്കലൊന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഷ്ടിച്ച് 2 ആഴ്ചത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള വിദേശ നാണയം മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്, ക്രൈസിസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി വീണ്ടും നമ്മുടെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തില്ല, നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള റിസർവ് കറൻസികൾ ഇല്ലാത്ത ഒരു കണ്ടീഷൻ സംജാതമായിരുന്നു. കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക, വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. നമ്മൾ പറഞ്ഞു, മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ PV നരസിംഹറാവുമായിട്ട് ചേർന്ന് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്ത് വേണം, നമുക്ക് കറൻസികൾ വേണം, നമുക്ക് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്, ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വേണം. ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട്, തിരിച്ചു കൊടുക്കാനായിട്ട് കറൻസി ഇല്ല. ഈ കറൻസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, കൂടുതൽ വിദേശ വായ്പകൾ സ്വീകരിക്കേണ്ടി വരും. ഈ ഡോളറിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഡോളർ സ്വീകരിക്കണം. ഡോളറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഡോളറിൽ വായ്പ എടുക്കണം. വിദേശ മൂലധനം ആകർഷിക്കുക, ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ അതുവരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഇക്കണോമി ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികൾക്കോ വ്യക്തികൾക്കോ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷൻ അധികം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അതുവഴി ഒരുപാട് കറൻസികൾ, അവരുടെ കറൻസികളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നു, ഫോറിൻ കറൻസികൾ കിട്ടുന്നു. ഇനി വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക, ട്രേഡുകളുമായിട്ട് നമുക്ക് അങ്ങോട്ട് സാധനങ്ങൾ വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ പോലെ കറൻസി കിട്ടും. എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് ആരൊക്കെ ശ്രമിക്കുന്നത്, നമ്മുടെ മൻമോഹൻ സിംഗും നരസിംഹറാവും കൂടി ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയതിലൂടെ പ്രധാനമായിട്ടും ശ്രമിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ പരിഷ്കരണങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുക, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തുറന്നു കൊടുക്കുക, ഇന്ത്യയുടെ മാർക്കറ്റ് ലിബറലൈസ് ചെയ്തുകൊണ്ട് വേൾഡ് മാർക്കറ്റിലേക്ക് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നതാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. നമ്മൾ ഈ പദ്ധതികളെ ജനറലി എന്താ വിളിക്കാറ്, LPG റിഫോംസ് എന്നാണ് വിളിക്കാറ്. LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 3 ഫാക്ടേഴ്സാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഇവർ ശ്രമിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കും. അപ്പോൾ സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റിക്കൊടുക്കുക. അപ്പോൾ ലിബറലൈസേഷൻ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു, സാറ്റിസ്ഫൈഡ് ആയി.
ഇനി സ്വകാര്യ മേഖലയ്ക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, അദ്ദേഹം ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച. അതിന് ഒരുപാട് പെർമിറ്റുകൾ വേണം, ഒരുപാട് ലൈസൻസ്. നമ്മളിതിന് ലൈസൻസ് രാജ് എന്നാണ് വിളിക്കുക. ലൈസൻസുകളുടെ ഒരു നീണ്ട നിര ഉണ്ടാവും. അപ്പോൾ അധികം അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾ കമ്പനി തുടങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ മിഥുനം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇതൊരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഒരുപാട് പെർമിറ്റുകളും ഒരുപാട് കണ്ടീഷൻസും ഉണ്ട്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ കമ്പനി തുടങ്ങാൻ പറ്റൂ എന്ന കണ്ടീഷനിലേക്ക് എത്തുകയാണ്. ആ ഒരു സിറ്റുവേഷൻ മാറ്റിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കുറച്ചും കൂടി ഈസി ആക്കി കൊടുക്കുക. ഇന്നത്തെ കാലഘട്ടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ 3 മിനിറ്റ് മതിയാവും. ഈ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അപ്രൂവൽസ് എല്ലാം ഡിജിറ്റലായി തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഇതിലേക്കൊക്കെ നയിച്ചത് ഈ കാലഘട്ടങ്ങൾക്ക് ശേഷമുള്ള പരിഷ്കാരങ്ങളും ഇതിൻ്റെ സക്സസ് സ്റ്റോറികളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വിവിധ മേഖലകളിലെ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. അപ്പോൾ വിവിധ മേഖലകളിൽ ഗവൺമെൻറ് നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങളെല്ലാം പതുക്കെ ഒഴിവാക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക. വേറെ കൺട്രികൾ, ഇന്ത്യ ഒരു സംവാട്ട് ക്ലോസ് ഇക്കോണമി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ വന്ന് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് നീക്കി കൊടുത്തുകൊണ്ട് പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ വന്ന് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു ഈ പരിഷ്കരണങ്ങളുടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പരിഷ്കരണങ്ങളുടെ ലക്ഷ്യം എന്ന് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഉദാരവൽക്കരിക്കുക. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം പിന്നീട് കൊണ്ടുവരുന്നു. എന്താണ്? സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കി കൊടുക്കുക. വിവിധ മേഖലകളിലെ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ടും വ്യാപാര നിയന്ത്രണങ്ങൾ കുറച്ച് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ സവിശേഷതകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ നയങ്ങളെ നമ്മൾ പൊതുവെ 2 രീതിയിലാണ് തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ക്രൈസിസ് വന്നു, നമുക്കൊരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉൾപ്പെടെയുള്ള ക്രൈസിസുകൾ വന്നു, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ട്രേഡ് ചെയ്യാനുള്ള പണം പോലും ഇല്ല, നമ്മുടെ ഇക്കണോമിയിൽ റിഫോംസ് നടപ്പിലാക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗൾഫ് ക്രൈസിസ് വന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ സമയത്ത് എന്ത് പറ്റി? ഓയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് കോസ്റ്റ് കൂടിയപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി. ട്രാൻസ്പോർട്ടേഷൻ എല്ലാ മേഖലകളെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് പറ്റി? എല്ലാ പ്രൈസുകളും ഇൻഫ്ലേഷൻ വന്ന് ഹൈപ്പർ ആയിട്ട് പ്രൈസ് കൂടാൻ തുടങ്ങി, സ്കൈ റോക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യണം. ഇത് ലോങ് ടൈമിലാണോ? അല്ല, ഇതൊക്കെ ഷോർട്ട് ടൈമിലുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരത്തിലുള്ള ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ലോങ് ടൈമിലേക്ക് ഇത്തരത്തിൽ ഇപ്പോൾ മാത്രം ചെയ്താൽ പോരാ, നാളെയും ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നാളെയും ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലോങ് ടൈമിലേക്ക് ചില പദ്ധതികൾ ഫോർമുലേറ്റ് ചെയ്യണം, ഷോർട്ട് ടൈമിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇതിനെ നമ്മൾ 2 ആയിട്ട് അങ്ങ് തിരിക്കുകയാണ്. എങ്ങനെ? സുസ്ഥിരമാക്കൽ നടപടികൾ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പരിഹരിക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിച്ച് ഇപ്പോൾ നടപ്പിലാക്കുക. പിന്നെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈമിലേക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും വരാതെ നമ്മൾ കീപ്പ് ചെയ്യണം. ലോങ് ടൈമിലേക്ക് ലോങ് ടൈം പ്ലാനിങ് ചെയ്യണം. അതിനാണ് നമ്മൾ ഘടനാപരമായ പരിഷ്കാരങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് സുസ്ഥിരമാക്കൽ നടപടികൾ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഹ്രസ്വകാല നടപടികളാണ്. അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ സ്വീകരിച്ചത്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഉള്ള ക്രൈസിസ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് 2 കാര്യങ്ങൾ പറഞ്ഞു, ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും. ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹ്രസ്വകാലത്തിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഹ്രസ്വകാലത്തിൽ നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത്. കൂടാതെ പണപ്പെരുപ്പം, ഈ ഗൾഫ് ക്രൈസിസിന്റെ പേരിൽ നമ്മൾ പറഞ്ഞു പണപ്പെരുപ്പം വളരെയധികം വർദ്ധിച്ചു. കൂടാതെ അടവശിഷ്ടത്തിലുള്ള പരിഹാരം. അടവശിഷ്ടത്തിൽ എന്ത് സംഭവിച്ചു? ഇന്ത്യക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാൻ ആവശ്യത്തിന് കറൻസി കയ്യില്ലാത്തൊരു അവസ്ഥ കൈവന്നു. ഇത് 2 പരിഹരിക്കുക എന്ന് പറയുന്നതിനാണ് പ്രധാനമായിട്ട് നമ്മൾ എന്തിൽ ഉദ്ദേശിക്കുന്നത്? സുസ്ഥിരമാക്കൽ നടപടികളിലൂടെ ഉദ്ദേശിച്ചത്. നമ്മുടെ രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, വില കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും എന്ത് ചെയ്തത്? അർത്ഥമാക്കിയത്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ. എന്താണ് ഈ ഘടനാപരമായിട്ട്? ലോങ് ടൈമിലേക്ക് ഇത്തരത്തിലൊരു ക്രൈസിസിന് വരാതെ നോക്കുക എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് ദീർഘകാല നടപടികളാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത ഇപ്പോൾ ഉള്ളതുപോലെ പോയാൽ പോരാ. നമ്മൾ പറഞ്ഞു ഓൾറെഡി പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളൊക്കെ നഷ്ടത്തിലാണ് ഓടുന്നത്, അവിടെ കാര്യമായിട്ടുള്ള പുരോഗതികളൊന്നും നടക്കുന്നില്ല. കൂടാതെ ഇന്ത്യയുടെ ഇക്കണോമി ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വ്യക്തികൾക്ക് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇക്കണോമിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോ സ്ഥാപനം തുടങ്ങണമെങ്കിൽ തന്നെ 100 കൂട്ടം നൂലാമാലകൾ ഉണ്ടാവും. ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇടയിൽ റെട്ടപ്പിസ് ഉണ്ടാവും. നമ്മളൊരു പദ്ധതിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് നോക്കുകയാണ്, നമ്മുടെ കമ്പനി ഒന്ന് കുറച്ചുകൂടി വലുതാക്കാൻ നോക്കുകയാണ്. ഇതിനൊന്നും ആവശ്യമായിട്ടുള്ള എന്തില്ല അനുമതികൾ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല.
ഇതൊരു ലോങ് ടൈമിലേക്ക് നയിക്കുകയും ആളുകൾ പരമാവധി എന്ത് ചെയ്യുന്നു, ഈ ബിസിനസ്സിലേക്കോ സെക്കൻഡറി സെക്ടറിലേക്കോ ഒന്നും കയറാതെ പ്രൈമറി സെക്ടറിൽ ഒതുങ്ങിപ്പോവാണ്. അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് ഒതുങ്ങിപ്പോവാണ്. കൃഷി മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ പ്രശ്നം എന്താണ്? അവിടെ ആവശ്യത്തിന് റിസോഴ്സ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മൾ അതിന് എന്ത് പേര് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മൾ കൃഷിയെ പറ്റി പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ആളുകൾ പലതരത്തിൽ തൊഴിലില്ലായ്മകൾ ഏർപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള തൊഴിലില്ലായ്മയുണ്ട്. എന്ത്? 10 പേര് ചെയ്യേണ്ട പണി 20 പേര് ചെയ്യാണ്. എന്നാൽ 20 പേര് ചെയ്തിട്ട് അതിന് പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ടോ? പ്രൊഡക്ടിവിറ്റി ഇട്ട് കൂടുന്നുമില്ല. എന്ന ആളുകൾ ഈ പറയുന്ന എണ്ണത്തിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മൾ അതിനെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മേഖലയുണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് സെക്ടർ ഓഫ് ഏരിയ ഉണ്ട്, അവിടെ നമ്മൾ കൃഷി ചെയ്യുകയാണ്. അവിടെ ശരിക്കും 5 പേര് ചെയ്താൽ മതി, എന്നാൽ 10 പേര് വന്ന് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുന്നില്ല, പ്രോഫിറ്റ് കുറച്ചുകൂടെ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ആളുകൾ കൃഷിയിലേക്ക് കൊന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി ആളുകളെ സെക്കൻഡറി സെക്ടറിലേക്കും ടേഴ്സറി സെക്ടറിലേക്കും മാറ്റിക്കൊണ്ട് ആവശ്യമുള്ള ആളുകളെ അഗ്രികൾച്ചർ സെക്ടറിൽ നിലനിർത്തിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3 മേഖലയ്ക്കുള്ള ആവശ്യമായിട്ടുള്ള ടെക്നോളജി വികസിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇവർ കുറച്ചുകൂടെ സ്വന്തമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന അന്നത്തെ നയങ്ങൾ പ്രധാനമായിട്ടും എന്തിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു? അപ്പോൾ ആളുകൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അഗ്രികൾച്ചറൽ ക്രൈസിസ് വരുന്നു, ക്രോപ്പിന് എന്തെങ്കിലും ഫെയിലിയർ വരുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്നു, കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ സമയത്തൊക്കെ ഇവർ വലിയ കടക്കണിയിലേക്ക് ചെന്ന് വിടുന്നു. ഈ കടക്കണി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒഴിവാക്കി കൊടുക്കുന്നു. അതുവഴി ഗവൺമെന്റിന് വലിയ നഷ്ടം ഉണ്ടാകുന്നു, ആളുകൾക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നില്ല. വീണ്ടും കൃഷി ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പ്രോപ്പർ ഐഡിയ കിട്ടുന്നില്ല. ചെയ്യുന്നതെല്ലാം നഷ്ടത്തിലേക്ക് പോകുന്നു. ചില കടങ്ങൾ ഗവൺമെന്റ് എഴുതി തള്ളുന്നു, ചില ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു കിടന്നൊരു വട്ടം കളിയിലേക്ക് മാത്രം നയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആളുകളെ സെക്ടർ വൈസ് മാറി എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട്, ബാക്കിയുള്ള സെക്ടറുകൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, ഇക്കണോമി തുറന്നു കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത് ഈ ഒരു പദ്ധതിയുടെ കാലഘട്ടത്തോടു കൂടി മാത്രമാണ്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഘടനാപരമായ പരിഷ്കാരങ്ങളോട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലുള്ള കമ്പനികൾ വേൾഡ് മാർക്കറ്റിലേക്ക് പോയി കോമ്പീറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതികളെ നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ LPG പോളിസികളാണ്. എന്തൊക്കെയാണ്? ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറയുന്ന 3 പ്രതിഭാസങ്ങൾ നമ്മൾ നടപ്പിലാക്കുകയാണ്. ഇനി ഇതെന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം? എന്താണ് ഉദാരവൽക്കരണം, എന്താണ് സ്വകാര്യവൽക്കരണം, എന്താണ് ആഗോളവൽക്കരണം? ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുകയാണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ. എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന നയപരമായ മാറ്റമാണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. എന്തിലൂടെ? ഉദാരവൽക്കരണത്തിലൂടെ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലിബറലൈസ് ചെയ്യുകയാണ്. ലിബറലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മാർക്കറ്റ് കുറച്ചും കൂടി വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വികസനം നടപ്പിലാക്കണം. നമ്മൾ അപ്പോഴൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് പോവുകയാണ്. ഡെവലപ്ഡ് ആവുന്നില്ല, വർഷങ്ങളായിട്ട് തുടരുകയാണ്, ഡെവലപ്പിംഗ് നേഷനിൽ പോവുകയാണ്. വളരെയധികം ആൾക്കാർ പോപ്പുലേഷൻ ഉണ്ട്, എന്നാൽ അവരുടെ ഒന്നും പ്രൊഡക്ടിവിറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിയുടെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ സമ്പദ് വ്യവസ്ഥ വളരണം, വികസനം വരണം. അപ്പോൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് മേഖലകളുണ്ട്, സെക്ടർ വൈസ് നോക്കിയാൽ ഒരുപാട് മേഖലകളുണ്ട്. ഇവിടെയൊക്കെ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിക്കൊള്ളണം. അയവ് വരുത്തിക്കൊള്ളുമ്പോഴേ എന്ത് സംഭവിക്കുകയുള്ളൂ? സമ്പദ് വ്യവസ്ഥ സ്വതന്ത്രമാവുകയും ആളുകൾ കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ഈ പ്രോഫിറ്റ് ഗവൺമെന്റിലേക്ക് കൂടി എത്തുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഓരോരോ മേഖലകളിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ മേഖലകൾ എന്ന് പറയുന്നത്? വ്യവസായ മേഖലയിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾ, ധനകാര്യ മേഖലയിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾ, നികുതിയിൽ ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയത്തിൽ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങൾ, വിദേശ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കി? ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയവയാണ്. എന്തൊക്കെയാണ്? വ്യവസായ മേഖലയിൽ ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ, ധനകാര്യ മേഖലയിൽ ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ, നികുതിയിൽ ഉണ്ടാക്കിയ ചില പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയത്തിൽ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങളും വിദേശ വ്യാപാര മേഖലയിലെ പരിഷ്കാരങ്ങളും. ഈ ഓരോ സെക്ടർ വൈസ് ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത്. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നത്? വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ ലഘൂകരിക്കപ്പെട്ടു. ഇപ്പോൾ പണ്ടത്തെ പോലെ മിഥുനത്തിലെ പോലെ മോഹൻലാൽ തുടങ്ങുന്ന പോലെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വ്യവസായങ്ങൾ തുടങ്ങാൻ അത്രത്തെ നൂലമാലകളിലൂടെ പോകേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റി. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയാണ്. കമ്പോളത്തിലുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയാണ്. ഇന്ന സെക്ടറിൽ ഇന്ന കമ്പനി മാത്രമേ പാടുള്ളൂ, ഇന്ന സെക്ടറുകളിൽ മറ്റേ കമ്പനികൾ വരാൻ പാടില്ല എന്നൊന്നുമില്ല. കുറച്ചുകൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. കൂടുതൽ മേഖലകളിലേക്ക് വിദേശ നിക്ഷേപം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പല കമ്പനികൾ, പുറത്തുനിന്നുള്ള കമ്പനികൾ വന്നാലും ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ത്യൻ കമ്പനികൾ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ബാക്കി കമ്പനികൾക്ക് വന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അതിനും എന്തിലേക്ക് എത്തിക്കാൻ പറ്റും? പ്രോഫിറ്റിലേക്ക് എത്തിക്കാം. പിന്നാക്കം നിൽക്കുന്ന മേഖലകളെ വ്യവസായവൽക്കരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഫ്ലറിഷ് ആവാത്ത മേഖലകളുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യണം? വ്യവസായവൽക്കരിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടി നമ്മൾ പറയാണ്.
ഇനി ഉദാരവൽക്കരണം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റി നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമതാണ് ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രി അഥവാ വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ മാറ്റുക. എന്തൊക്കെയാണ്? ഉദാരവൽക്കരണ നടപടികൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ വിവിധ മാർഗ്ഗങ്ങളിലൂടെ വ്യവസായ മേഖലകൾക്ക് മുകളിൽ ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ ലൈസൻസ് രാജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതോടെ ഓരോ വ്യവസായങ്ങൾക്കും വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഗ്രോ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഏതൊരു സംരംഭകനും വ്യവസായം തുടങ്ങുന്നതിനും എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതിനും സർക്കാരിൽ നിന്നുള്ള വ്യാവസായിക അനുമതി ആവശ്യമായിരുന്നു. നമ്മളൊരു ഇക്കണോമിയുടെ പ്രവർത്തനം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആരുണ്ടാക്കുന്നു, എന്തിനുണ്ടാക്കുന്നു, ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് പരമാവധി തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സെക്ടറുകളിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള സെക്ടറുകളിൽ മാത്രം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് കറക്റ്റ് കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ സർപ്ലസ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യുകയോ ഇത് വാല്യൂ ആഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാറ്റുകയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സെക്ടറുകളിൽ തീരുമാനം എടുക്കാനുള്ള കാര്യം, എത്ര ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, മാർക്കറ്റ് കണ്ടെത്തണം, ഇതിനുള്ള ഒരു സാഹചര്യം എവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന വ്യവസായങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒട്ടനവധി വ്യവസായങ്ങളിൽ സ്വകാര്യ മേഖലയെ അനുവദിച്ചിരുന്നില്ല. സ്വകാര്യ മേഖലയ്ക്ക് ഈ സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നു പോലും ഇല്ലായിരുന്നു ചില സെക്ടറുകളിൽ. ചില സാധനങ്ങളുടെ ഉൽപ്പാദനം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. അപ്പോൾ ചില സാധനങ്ങൾ ചെറുകിട മേഖലയ്ക്ക് മാത്രമായിട്ട്, ഇപ്പോൾ കൈത്തൊഴിൽ ചെയ്യുന്ന ചില വ്യവസായങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചില സെക്ടറുകൾ കൊടുത്തിരിക്കുകയാണ്. മറ്റ് കമ്പനികൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല. 1991 തുടങ്ങിയ പരിഷ്കാര നയങ്ങൾ ഈ നിയന്ത്രണങ്ങളെ ഏറെക്കുറെ എടുത്തു കളഞ്ഞു. ചില സെക്ടറുകളിൽ ഒഴികെ പരമാവധി സെക്ടറുകളിലും ഈ റെഗുലേഷൻസ് ഒക്കെ എടുത്തു കളയാണ് ചെയ്തത്. മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക് വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെ മറ്റെല്ലാ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര സംവിധാനം അഥവാ ലൈസൻസിങ് ഒഴിവാക്കി. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ലൈസൻസ് രാജ് സംവിധാനം ഉണ്ടായിരുന്ന മേഖലകളിൽ നിന്നും ചില മേഖലകൾക്ക് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഇത് ഒഴിവാക്കി കൊടുത്തു. എന്നാൽ ചില മേഖലകളിൽ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം തുടങ്ങിയ ചില സ്ട്രാറ്റജിക് ആയിട്ട് ചില മേഖലകളുണ്ട്. നമുക്ക് അപകടം നിറയ്ക്കുന്ന അത്ര പ്രോഫിറ്റബിൾ അല്ല. നമ്മളിപ്പോൾ സിൻ ഗുഡ്സ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ GST2 ഫോളോ അപ്പ് ചെയ്ത ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. GST 2ാം ഘട്ടം നടപ്പിലാക്കിയ സമയത്ത് ചില കാര്യങ്ങൾക്ക് മാത്രം ടാക്സ് സ്ലാബുകൾ 3-4 ഒക്കെ ഉണ്ടായിരുന്ന ടാക്സ് സ്ലാബുകളൊക്കെ 2 സ്ലാബുകളാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഒരു അഡീഷണൽ സെക്ടർ, ഒരു ടാക്സ് കൂടി വെച്ചിരിക്കുകയാണ്, സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞുള്ള ഇതിൽ. നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഉപകാരം ഉണ്ടാക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും. അതായത് ഹെൽത്തിന് ബെനിഫിഷ്യൽ അല്ലാത്ത ചില കാര്യങ്ങൾ, ഈ പാൻ മസാലകൾ, മദ്യം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തിന് ബാഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്നാൽ ഇതിന്റെ വിൽപ്പനകൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടില്ല, റെഗുലേറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഒരു തരത്തിൽ ഇതിനെ ബാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ കൂടുതൽ ടാക്സ് ചെയ്തുകൊണ്ട് അവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. അതിന് ഒരു 40% ടാക്സ് കൊടുത്ത് സിൻ ടാക്സ് എന്നുള്ള പേരിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സെക്ടറുകൾ ഓപ്പൺ ചെയ്ത് കൊടുത്ത സമയത്തും ചില സെക്ടറുകൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചില സെക്ടറുകൾ സിൻ ഗുഡ്സിൽ പെടുത്താൻ വേണമെങ്കിൽ മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, കൂടാതെ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളും, ഇലക്ട്രോണിക്സ് മേഖലകളും, വിമാന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസായമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും, ഔഷധ നിർമ്മാണ വ്യവസായം, ഇത്തരത്തിലുള്ള ചില സെക്ടറുകൾ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന അനുമതി പത്രത്തിൽ നിന്നും ഒഴിവാക്കി കൊടുത്തിട്ടില്ല. അവർക്ക് ഇപ്പോഴും ലൈസൻസ് രാജ് വേണമായിരുന്നു, ലൈസൻസ് ഉണ്ടായിരുന്നു. കൂടാതെ ബാക്കിയുള്ള മേജറായിട്ടുള്ള സെക്ടറുകളെല്ലാം ഈ അനുമതി പത്ര സംവിധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈസൻസിങ് എന്ന് പറയുന്ന സംവിധാനം അതിൽ നിന്നും ഒഴിവാക്കി കൊടുത്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവോർജ്ജ ഉൽപ്പാദനം, റെയിൽ ഗതാഗതം തുടങ്ങിയവ പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ചില ഏരിയാസ് അപ്പോഴും പബ്ലിക് സെക്ടറിന് തന്നെ കൊടുത്തിരിക്കുകയാണ്. രാജ്യരക്ഷാ ഉപകരണങ്ങൾ, ആണവോർജ്ജ ഉൽപ്പാദനം, റെയിൽ ഗതാഗതം. ഇപ്പോൾ കൂടുതലായിട്ടും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള റെയിൽ ഗതാഗതം പോലുള്ളവ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആണവോർജ്ജ ഉൽപ്പാദനം പോലുള്ളവ, രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം പോലുള്ളവ, ഇത്തരത്തിലുള്ള സെക്ടറുകൾ നിർമ്മിക്കുന്നതെല്ലാം എന്തിനു കൊടുത്തു, പൊതുമേഖലയ്ക്ക് തന്നെ റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചെറുകിട വ്യവസായ മേഖലകളിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് ഇല്ലാതാക്കി. എന്നാൽ ഇത് മാത്രം കൈവച്ചുകൊണ്ട് ഇതിന് കുഴപ്പമില്ലാത്ത അത്ര സ്ട്രാറ്റജിക് അല്ലാത്ത മേഖലകളെല്ലാം എന്ത് ചെയ്തു, മറ്റുള്ള സെക്ടറുകൾക്ക് ഓപ്പൺ ചെയ്ത് ഗവൺമെന്റ് കൊടുത്തിരുന്നു. ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ വിപണിക്ക് അനുമതി കൊടുത്തു. ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്ന ആരായിരുന്നു? അതുപോലെ നമുക്ക് പലതരത്തിലുള്ള പ്രൈസ് മെക്കാനിസംസ് ഉണ്ട്. ഗവൺമെന്റ് തന്നെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഫ്ലേഷൻ പോലുള്ള കാര്യങ്ങൾ എല്ലാം ഗവൺമെന്റ് മാത്രം കൺട്രോൾ ചെയ്യാണ്. ഗവൺമെന്റാണ് പ്രൈസ് നിശ്ചയിക്കുന്നത്. റുപ്പിയുടെ വാല്യൂഷൻ, ഡിവാല്യൂഷൻ ചെയ്യേണ്ട സമയത്ത് ഡിവാല്യൂഷൻ ചെയ്യുക, റീവാല്യൂഷൻ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക, ഇതുപോലുള്ള പല കാര്യങ്ങളും ഗവൺമെന്റ് മാത്രമായിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. എന്നാൽ അമേരിക്ക പോലുള്ള സംവിധാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ മാർക്കറ്റാണ് ഇതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യ പിന്നീട് സ്വീകരിക്കുന്ന എന്താണ്, ഒരു മിക്സഡ് ഇക്കോണമി എന്നുള്ള രീതിയിലാണ്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ പിന്നീട് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ മാർക്കറ്റുകൾക്ക് വില നിശ്ചയിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം ഉൽപ്പന്നങ്ങളുടെ വില ആര് നിശ്ചയിക്കുന്നു? ഗവൺമെന്റ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നില്ല, എന്നാൽ ഒരു ഓവർസൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്ന ആരാണ്? ഈ പറയുന്ന വിപണിയാക്കി മാറ്റി.
ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനങ്ങൾക്കും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായിട്ട് ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി കൊടുത്തു. ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന കമ്പനികളുടെ പ്രൊഡക്ടിവിറ്റി ഇവിടുത്തെ മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മാർക്കറ്റ് പോകുമോ എന്നുള്ള പേടി കൊണ്ടൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന കമ്പനികളെ ബാൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് റെഗുലേഷൻസ് വെച്ചിരുന്നു. ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്തിരുന്നു, പുറത്തുനിന്നുള്ള കമ്പനികൾക്കോ ഇൻവെസ്റ്റ്മെന്റുകൾക്കോ ഇന്ത്യയിൽ വന്ന് ഫ്ലറിഷ് ചെയ്യാനും ഈ പറയുന്ന പ്രൊഡക്ട്സ് വിൽക്കാനുമുള്ള ഒരു അനുമതി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ പ്രധാനമായിട്ടും ആ സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ടറിൽ പ്രധാനമായിട്ട് എന്തൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ധനകാര്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടപ്പിലാക്കിയെന്നാണ്. ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ നമ്മൾ റിഫോംസ് നടപ്പിലാക്കിയെന്നാണ് നമ്മൾ ഇനി പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്നത്. വാണിജ്യ ബാങ്കുകൾ, നിക്ഷേപ ബാങ്കുകൾ, ഓഹരി വിപണി ഇടപാടുകൾ, വിദേശ വിനിമയ കമ്പോളം തുടങ്ങിയവ ധനകാര്യ സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ഇതിലുള്ളത്, ധനകാര്യ മേഖലയിലുള്ളത്. നമ്മൾ ഇക്കണോമിയുടെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ധനകാര്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ ബാങ്കുകൾ മാത്രമല്ല, ബാങ്കുകൾ എന്ന് പറയുന്നത് ധനകാര്യ സ്ഥാപനങ്ങളിലെ ഒരു പാർട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ബാങ്കിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നാണ് ഇന്ത്യയുടെ ഒരു ഇക്കണോമിക് സെക്ടർ എന്ന് പറയുന്നത്. ഇവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈപ്പർ സെക്ടർ മുതൽ ഏറ്റവും മുകളിലുള്ള സെക്ടറുകൾ മുതൽ താഴേക്കിടയിലുള്ള ആളുകൾക്ക് വരെ ഈ പറയുന്ന എക്കണോമിക്കിൽ ഒരു ആക്സസ് കിട്ടുകയും അവരെന്താണോ റെസ്പെക്റ്റീവ്ലി ചെയ്യുന്നത് അതിനൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ള ഫിനാൻസ് ഫണ്ട് കണ്ടെത്താനും മാർക്കറ്റ് കണ്ടെത്താനും ഒക്കെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് വേണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ സെക്ടറുകളിൽ ഇപ്പോൾ വീട് പണിയാനായിട്ടോ സ്ഥലം വാങ്ങാനായിട്ടോ അഗ്രികൾച്ചറൽ ക്രോപ്സിന് വേണ്ടിയിട്ട് വേണ്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ വലിയ ബിസിനസ് സാമ്രാജ്യം ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടോ ഇതിനൊക്കെ ഓരോ ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൂടുതലുള്ള ആളുകൾക്ക് കടം കൊടുക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഫിനാൻഷ്യൽ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നായിരുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് വാണിജ്യ ബാങ്കുകളും നിക്ഷേപ ബാങ്കുകളും പറഞ്ഞ ഓഹരി വിപണി ഇടപാടുകളും തുടങ്ങിയ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ചേർന്ന് എന്ത് ചെയ്യുന്നു, ധനകാര്യ സ്ഥാപനങ്ങൾ, ഈ ധനകാര്യ മേഖലയിലുള്ളത് ഒരു പർട്ടിക്കുലർ സെക്ടർ വരെ നമ്മൾ ഈ പറഞ്ഞ കാലഘട്ടം വരെ ഉള്ളതിൽ നിന്നും എന്ത് ചെയ്തിരുന്നു, റിഫോംസ് നടപ്പിലാക്കിയപ്പോൾ പ്രധാന മാറ്റങ്ങൾ ഈ സെക്ടറിൽ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ ഓരോ ബാങ്കും കൈവശം വെക്കേണ്ടുന്ന പണത്തിൻ്റെ അളവ്, ചുമത്തേണ്ടുന്ന പലിശ നിരക്കുകൾ, വിവിധ മേഖലകൾക്കുള്ള വായ്പാരതികൾ മുതലായവയെല്ലാം ആര് തീരുമാനിക്കുന്നു, റിസർവ് ബാങ്കാണ് തീരുമാനിച്ചിരുന്നത്. അപ്പം റിസർവ് ബാങ്കാണ് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. എന്തിന്, ഓരോ ബാങ്കും എത്ര കയ്യിൽ വെക്കണം, എത്ര റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ വെക്കണം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, CRR വാല്യൂ, SLR വാല്യൂ, ഇതുപോലുള്ള കാര്യങ്ങളും ബാങ്കുകൾക്ക് ഓവർ നൈറ്റ് കൊടുക്കുന്ന ട്രാൻസാക്ഷൻസ്, റിപ്പോ നിരക്കുകൾ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ, MSF റേറ്റുകൾ, ഇതുപോലുള്ള പലതരത്തിൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ട്. RBI ആണ് ഈ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന രീതിയിൽ നിന്നും എന്തിലേക്ക് മാറി, സഹായകൻ അഥവാ ഫെസിലിറ്റേറ്റർ എന്ന രീതിയിലേക്ക് റിസർവ് ബാങ്കിന്റെ ചുമതലകളെ മാറ്റി. നമ്മൾ ഈ പറഞ്ഞ ഹോൾ ഇക്കണോമിക് സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മണി ഫ്ലോ ഉണ്ടാകുന്നതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാം. എന്തുവഴി, RBI വഴി. അങ്ങനെ ഈ RBI അതുവരെ നിയന്ത്രകൻ എന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ ഒരുപാട് ഇക്കണോമി തുറന്നു കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നു, അവർക്കെല്ലാം എന്ത് വേണം, നമ്മുടെ അവരുടെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എന്താണോ ചെയ്യുന്നത് റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ ഫോറിൻ ആയിട്ടൊരു കൺട്രിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്പനി വരികയാണ്, അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരാളൊരു കമ്പനി തുടങ്ങുകയാണ്, അഗ്രികൾച്ചർ സെക്ടർ ബൂസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് കടക്കുകയാണ്, ഏത് മേഖലയിലായിക്കോട്ടെ ഇവർക്കൊക്കെ ആവശ്യത്തിന് ക്രെഡിറ്റ് വേണം. ഈ ക്രെഡിറ്റ് കൊടുക്കാനായിട്ടുള്ള സംവിധാനം ബാങ്കുകൾ വഴി അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാകുന്നത്. ഈ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ സിസ്റ്റം കുറച്ചും കൂടെ ലിബറലൈസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, RBI വഴി ഒരുപാട് നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ RBI ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്ത്, നമ്മുടെ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി ഉണ്ടെന്ന് അറിയാലോ. ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആര് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നു, നമ്മുടെ റിസർവ് ബാങ്ക് ധനനയം നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ ധനനയത്തിലൂടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, RBIയോട് പറയുന്ന പാസീവ്ലി പറയുന്നത് എന്ത് ചെയ്യുന്നു, അവരുടെ ഫോർമേഷൻ ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക. എങ്ങനെയാകുക, RBI അതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രകൻ എന്ന് പറയുന്ന രീതിയിൽ നിന്നും RBIയുടെ റോള് ഒരു സഹായകൻ എന്ന രീതിയിലേക്ക് മാറാണ്. ക്രെഡിറ്റ് ആളുകളിലേക്ക് പരമാവധി എത്തിക്കുക, അവർ തിരിച്ചടയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് അവർ വളരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് അതിൻ്റെ എന്ത് മാറ്റുന്നു, റോള് ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും ധനകാര്യ മേഖലയായിട്ട് പറയാനുള്ളത്. റിഫോംസിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിയന്ത്രകൻ എന്ന രീതിയിൽ നിന്നും സഹായകൻ എന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത്. പരിഷ്കാര നയത്തിന്റെ ഫലമായിട്ട് നിരവധി സ്വകാര്യ ബാങ്കുകളും വിദേശ ബാങ്കുകളും നിലവിൽ വന്നു. അപ്പോൾ ഇതിന്റെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ഒരുപാട് സ്വകാര്യ ബാങ്കുകളും ഇന്ത്യൻ ബാങ്കുകളും വിദേശ ബാങ്കുകളും ഒക്കെ നിലവിൽ വരുന്നു. ഇവർക്ക് ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് കൂടുകയാണ്. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഓരോ ബാങ്കുകൾക്ക് അവർക്ക് ഫണ്ട് ചെയ്യാനായിട്ട് അവർക്ക് തന്നെ പറ്റുന്നില്ലെങ്കിൽ വിദേശത്ത് നിന്നും വേണമെങ്കിൽ കമ്പനികൾ വന്നിട്ട് ഇവർക്ക് ഈ ബാങ്കിൻ്റെ എന്ത് ചെയ്യാം, ക്രെഡിറ്റിന് സഹായിക്കാം. അവരുടെ വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് 50% വരെ ഉയർത്തി കൊണ്ടുവന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. റിസർവ് ബാങ്കുമായിട്ട് കൂടി ആലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകുകയും നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസഹജമായ പ്രവർത്തനാനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ സഹായകനായിട്ട് പ്രവർത്തിക്കുകയാണ്.
അപ്പോൾ വിദേശ കമ്പനികൾ വന്ന് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ചില കാര്യങ്ങൾ ബ്രാഞ്ചുകൾ തുടങ്ങാനൊക്കെ റിസർവ് ബാങ്കിന്റെ ഫുൾ ഫെസിലിറ്റിയോട് കൂടി അനുമതിയൊന്നും വേണ്ട, അവർ കുറച്ച് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അത് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസഹജമായിട്ടുള്ള പ്രവർത്തന അനുമതി ഈസി ആയിട്ട് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇതെല്ലാം എന്ത് ഉദ്ദേശിക്കുന്നു? ഇക്കണോമി എന്ന് പറയുന്ന സിസ്റ്റം ക്ലോസ്ഡ് ആക്കി വെച്ചിരുന്നതിൽ നിന്നും ലിബറേറ്റ് ആക്കി കൊടുക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യല്ല വേണ്ടത്, അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ മാർക്കറ്റ് ഉണർന്ന് പ്രവർത്തിക്കട്ടെ, ആളുകളെല്ലാം കുറച്ചുകൂടി കച്ചവടത്തിലേക്ക് ഇറങ്ങട്ടെ, അവർ പ്രോഫിറ്റ് ഉണ്ടാക്കട്ടെ, ഇതിന് വേണ്ട ക്രെഡിറ്റ് വേണം, ക്രെഡിറ്റ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്തോട്ടെ, ഇവരെല്ലായിടത്തേക്കും ബ്രാഞ്ചുകൾ വികസിപ്പിച്ചോട്ടെ എന്നുള്ള രീതിയിൽ RBI ഇവരെ എന്ത് ചെയ്യുന്നു? ഒരു ഫെസിലിറ്റേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിനുള്ള എയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിലൂടെ? റിഫോംസ് നടപ്പിലാക്കിയതിനു ശേഷം RBIയുടെ റോള് ചേഞ്ച് ചെയ്യുന്നുള്ളതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, വ്യാപാര ബാങ്കുകൾ അഥവാ മർച്ചന്റ് ബാങ്കുകൾ ഉണ്ടാവും, കൂടാതെ മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്, പെൻഷൻ ഫണ്ടുകളുണ്ട്, എന്നിവയ്ക്ക് ഇന്ത്യയിൽ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി കൊടുത്തു. ഇതോടുകൂടിയാണ് നമ്മൾ എന്ത് വരുന്നത്? കൺട്രോൾ ചെയ്യാനായിട്ട് സെബി വരുന്നത്. അറിയാലോ, സെബി വരുന്നത് എന്താണ്? സെക്യൂരിറ്റീസിനെ പറ്റി പ്രധാനമായിട്ടും പറയുന്നത്. സെക്യൂരിറ്റീസിനെ പറ്റി പ്രധാനമായിട്ട് പറയുമ്പോൾ അത് ഇതുവരെ കൺട്രോൾ ചെയ്തിരുന്ന RBIയുടെ മെക്കാനിസം പോലെയല്ല, മൂലധന വിപണിയാണ്. ഒരു വർഷത്തിന് മുകളിലുള്ള ഇക്കണോമിയെ പറ്റി നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു വർഷം വരെയുള്ള കാലയളവ് നോക്കിക്കഴിയുമ്പോൾ പ്രധാനമായിട്ടും ഇത് രണ്ട് തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്. നമ്മളിപ്പോൾ ബാങ്കുകളുടെ അടക്കമുള്ള ട്രാൻസാക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. കോൾ മണി മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. കോൾ മണി മാർക്കറ്റ് എന്താണ് ഈ കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആയിരുന്നു. ഇതിനൊക്കെ പുറമെ ലോങ് ടൈമിലേക്ക് വലിയ ഫണ്ടുകൾ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുകയാണ്. ഇതൊക്കെ എന്തിലേക്ക് വരുന്നു? ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരികയാണ്. ക്യാപിറ്റൽ ആയിട്ടുള്ള ലോങ് ടൈം ആയിട്ടുള്ള വലിയ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ സംവിധാനങ്ങളിലേക്ക് മാറുമ്പോൾ ഇവർക്കൊക്കെ ഒരു റെഗുലേറ്റർ വീണ്ടും വേണ്ടി വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ പിന്നീട് കടന്നു വരുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സെബി എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പിന്നീട് വരികയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കുക, ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ജനറലി ബാങ്കുകളിൽ പോയിട്ട് അവരുടെ ഫണ്ട് FDയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ചില കേസുകളൊക്കെ നടക്കുന്നത്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് മേഖലയിലൊക്കെ ഒരുപാട്, ഇപ്പോൾ നമ്മൾ സെക്കൻഡറി മാർക്കറ്റിലൊക്കെ നടന്ന തട്ടിപ്പുകളും ഈ തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ എമൗണ്ടാണ് പുറത്ത് വരുന്നത്. CAG എന്ന കണക്കെടുക്കുന്ന സമയത്ത് CAG എന്ന് പറയുന്നത് ഇത്രയും പൂജ്യങ്ങൾ തന്നെ അദ്ദേഹം ഒരു സ്കാമിൽ മാത്രമായിട്ട് കാണുന്നതിന് ആദ്യമായിട്ടാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഴിമതികളും ഈ പറയുന്ന കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു മെക്കാനിസം വേണം. സെബി വന്നതോടുകൂടി സെബിക്ക് കുറേ കൂടെ അനുമതി കൊടുക്കുകയാണ്. RBI അവിടെ ഓവർസൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെബി എന്ന് പറയുന്ന മെക്കാനിസം കൊണ്ടുവന്ന് ഇവരെ കുറച്ചുകൂടി റെഗുലേറ്റ് ചെയ്യാണ്. ഓരോ മേഖലയ്ക്കും ഓരോ കൺട്രോൾ വരികയാണ്. ഇൻഷുറൻസ് മേഖലയ്ക്ക് കൺട്രോളറായിട്ട് IRDA ഉണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് പോലുള്ള സാധനങ്ങൾക്കും സെക്കൻഡറി മാർക്കറ്റിനും ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് സെബി വരികയാണ്. അങ്ങനെ റെഗുലേഷൻ മെക്കാനിസം കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാണ്. എന്നാൽ കുറച്ചുകൂടി ഈസിനെസ്, അതായത് ഇതൊക്കെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മേഖലകളിലേക്ക് ഇന്ത്യൻ ഇക്കണോമി തുറന്നു കൊടുത്തതോടുകൂടി ഒരുപാട് മേഖലകൾ കടന്നു വരുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫോറിൻ ബാങ്കുകൾ വരുന്നതെന്ന് പറഞ്ഞ പോലെ വ്യാപാര ബാങ്കുകൾ, മർച്ചന്റ് ബാങ്കുകൾ, സെപ്പറേറ്റ് സെക്ടറായിട്ട് ബാങ്കുകൾ തന്നെ വരികയാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, പെൻഷൻ ഫണ്ടുകളുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ മൂലധന വിപണിയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇന്ത്യൻ മാർക്കറ്റ് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കുക. ഇനി പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള അടുത്താണ് നികുതിയിൽ ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, ടാക്സ് റിഫോംസ് എന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത്. നികുതി ഒടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും നികുതി നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ നികുതി നിരക്കുകൾ കുറച്ച് കൊണ്ടുവരിക, ഒരുപാട് ടാക്സ് ബേർഡൻ കൊടുക്കരുത് അവർക്ക്. അപ്പോൾ ടാക്സ് ബേർഡൻ കൂടുമ്പോഴാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? പ്രോഫിറ്റ് ഉണ്ടാക്കാനോ അത് ഇക്കണോമിയിൽ സ്പെൻഡ് ചെയ്യാനോ പറ്റാത്തത്. ഗവൺമെന്റിന് ഇത് രണ്ട് തരത്തിൽ നടപ്പിലാക്കാമല്ലോ. ടാക്സ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ടാക്സ് മാത്രമല്ല, ഡയറക്റ്റ് ടാക്സ് കുറച്ച് കൊണ്ടുവന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. ഇപ്പോൾ ഇവർ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഇവരുടെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുകയും ഇത് വളരെയധികം ഒരു സർക്കുലർ എക്കണോമി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിങ്ങനെ കറങ്ങി ഓരോരോ മാർക്കറ്റിലും ഓരോരോ ആളുകൾ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഇതുവഴി മാർക്കറ്റ് വളരാനായിട്ടും ആളുകളുടെ ഇൻകം കൂടാനായിട്ടും അവരുടെ സ്പെൻഡിങ് കൂടാനായിട്ടും കാരണമാകുന്നു. അത് ഡയറക്റ്റ് ടാക്സിന് പകരം ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണ്, ഡയറക്റ്റ് ടാക്സിന് എമൗണ്ട് കുറയ്ക്കുകയാണ്, നികുതി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നും കൂടെ ലഘൂകരിക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പ്രധാന പ്രത്യക്ഷ നികുതികളായിട്ടുള്ള ആദായ നികുതിയുടെയും കമ്പനി നികുതിയുടെയും നിരക്കുകൾ കുറച്ച് കൊണ്ടുവന്നു. ഇന്ത്യയിലെ കമ്പനികൾ വളരണമല്ലോ. കമ്പനികൾ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്ക് ഒരുപാട് ടാക്സ് ഉണ്ടെങ്കിൽ ഇന്ത്യ ഒരു ടാക്സ് വളരെയധികം ഈടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുമ്പോൾ ഒരിക്കലും കമ്പനികൾ ഇന്ത്യയിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. ടാക്സ് കുറവുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് കമ്പനികൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടാക്സ് അവർക്ക് കുറച്ച് കൊടുക്കുക, ആദായ നികുതിയും അതുപോലെ കമ്പനി നികുതികളും കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നതായിരുന്നു ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. സാധനങ്ങളുടെ പൊതുവായ ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പരോക്ഷ നികുതി ഘടന പരിഷ്കരിച്ചു. ഇനി സാധനങ്ങളുടെ ഒരു പൊതുവായ കമ്പോളം സ്ഥാപിക്കണം, ഒരു വൺ മാർക്കറ്റാക്കി മാറ്റണം ഇന്ത്യനെ. അങ്ങനെ വൺ മാർക്കറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പരോക്ഷ നികുതി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് ടാക്സിന് പകരമുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളുടെ ഘടന ഒന്നുകൂടി പരിഷ്കരിക്കുകയാണ്.
ഈ ഒരു കാലഘട്ടം നോക്കിയാൽ മനസ്സിലാവും. പിന്നീട് ഈ ടാക്സുകളിലൊക്കെ ഒരുപാട് റിഫോംസ് വരികയാണ്. നമ്മൾ ഒരേ ടാക്സ് തന്നെ പലതവണ അടക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാറിൻ്റെ പാർട്സ് നമ്മൾ ആദ്യമേ ടാക്സ് അടച്ചാൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ കാറിൻ്റെ പാർട്സ് ഒക്കെ അസംബിൾ ചെയ്തിട്ട് കാറാക്കി മാറ്റുമ്പോൾ വീണ്ടും ടാക്സ് അടക്കണം. അപ്പോൾ ഒരേ വസ്തുവിന് നമ്മൾ മൾട്ടിപ്പിൾ ടാക്സ് അടയ്ക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നീട് വാറ്റ് അവതരിപ്പിക്കുന്നത്. വാറ്റിന് തന്നെ പല വേർഷൻസ് പിന്നീട് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സെൻ ടാക്സ് ഈടാക്കുന്നുണ്ട്. പിന്നീട് മോഡിഫൈഡ് ടാക്സ് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ മോഡിഫൈഡ് വാറ്റ് നടപ്പിലാക്കുന്നു, മോഡ് വാറ്റ്. ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലെ പരിഷ്കരണങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് GST അവതരിപ്പിക്കുന്നത്. GST കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് വീണ്ടും റിഫോം ചെയ്ത് GST 2.0 നടപ്പിലാക്കുകയാണ്. ഇതുപോലെ ഘടനാപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ടാക്സ് റിഫോംസിൽ തന്നെ ഇന്ത്യ കൊണ്ടുവരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഒഴിവാക്കണം. അതായത് ഒരേ ടാക്സ് തന്നെ പിന്നീട് ഒരേ വസ്തുവിന് അതിന് രൂപ മാറുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ടാക്സ് അടച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം മോഡിഫൈ ചെയ്തിട്ടുണ്ടോ. വാറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, വാല്യൂ അഡീഷന് മാത്രമേ ടാക്സ് ഉള്ളൂ. ഞാനൊരു വസ്തു ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ 50 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് എങ്കിൽ ഇത് എത്ര ടാക്സ് അടക്കണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രോഡക്റ്റ് ഞാൻ വീണ്ടും വേറൊരു സെക്ടറിലേക്ക് വേറൊരു കാര്യമായിട്ട് മാറ്റുമ്പോൾ ഞാൻ അവിടെ അഡീഷണൽ ആയിട്ട് അതിനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാനതിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ടുണ്ട്, 20 രൂപയുടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡിഫൈ ചെയ്തതിന് മാത്രം ഞാൻ ടാക്സ് അടച്ചാൽ മതി. ഈ പ്രോഡക്റ്റിന് മൊത്തം ഞാൻ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന എന്തോരം വരുന്നുണ്ടോ, അതിൻ്റെ വാല്യൂ എത്ര അഡീഷൻ ചെയ്യുന്നുണ്ടോ അതിന് മാത്രം ടാക്സ് അടച്ചാൽ മതി എന്നുള്ള സംവിധാനത്തിലേക്ക് കാലക്രമേണ പോവുകയാണ്. ഇതിൻ്റെ ഒരു രീതിയൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആവുകയും ആളുകൾക്ക് ടാക്സ് അടക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പിന്നീട് എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി വിദേശ വിനിമയ മേഖലയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ചിൽ റിഫോംസ് എന്തൊക്കെ പിന്നീട് നടപ്പിലാക്കി. വിദേശകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പരിഷ്കാരം ഉണ്ടായത് വിദേശ വിനിമയ വിപണിയിലാണ്. ഇനി വിദേശ എക്സ്റ്റേണൽ സെക്ടർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യമായിട്ട് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിദേശ വിനിമയ വിപണിയിൽ തന്നെ ആയിരുന്നു. അടവ് ശിഷ്ട പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസിന് പെട്ടെന്ന് പരിഹാരം കാണണം. അതിനുവേണ്ടി 91-ൽ വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയാണ്, ഡീവാല്യൂഷൻ ചെയ്യാണ്. ഇതിന്റെ ഫലമായിട്ട് വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു. ഡീവാല്യൂഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഇന്ത്യയുടെ റുപ്പി ഡീവാല്യൂറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പ്രധാനമായിട്ട് കൂടുന്നത്, ഇന്ത്യയിലേക്ക് ആളുകൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. റുപ്പിയുടെ വാല്യൂ കുറവാണല്ലോ. റുപ്പിയുടെ വാല്യൂ കുറവാകുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ $1 കൊടുക്കുമ്പോൾ 50 രൂപയാണ് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ റുപ്പിയുടെ വാല്യൂ ഡീവാല്യൂറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, റുപ്പിയുടെ വാല്യൂ കുറച്ച് കൊണ്ടുവരുമ്പോൾ $1 ഇപ്പോൾ 100 രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. പണ്ട് 50 രൂപയ്ക്കുള്ള സാധനങ്ങൾ കിട്ടിയിരുന്നതിന് പകരം ഇപ്പോൾ 100 രൂപയുടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് $1 കൊണ്ട് പറ്റും. അപ്പോൾ ഈ ഡോളറിൻ്റെ പവർ കൂടുകയാണ്. അപ്പോൾ വിദേശത്തു നിന്നുള്ള ആളുകൾ എന്ത് വരും, ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ചീപ്പറായിട്ട് സാധനങ്ങൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളുടെ കയ്യിൽ എത്ര ഡോളർ ഉണ്ടോ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര യൂറോ ഉണ്ടോ ഇതുകൊണ്ട് വീണ്ടും വരികയാണ്. അപ്പോൾ പണ്ട് കിട്ടിയിരുന്ന സാധനങ്ങളെക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു ലോങ് ടൈം മെഷറിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഷോർട്ട് ടൈമിലേക്ക് ഇക്കണോമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. എപ്പോഴും ഡീവാല്യൂറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. പകരം ചില സമയങ്ങളിൽ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്സിനൊക്കെ വളരെയധികം മാർക്കറ്റ് നടത്താൻ പറ്റും. ഇന്ത്യ ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഡീവാല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഇത് വാങ്ങാനായിട്ട് തയ്യാറാവും. അപ്പോൾ അത്തരത്തിൽ ഇക്കണോമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ടെമ്പററി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ലോങ് ടൈമിലേക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇക്കണോമി കൊളാപ്സ് ആയി പോകും. അപ്പോൾ അത്തരത്തിൽ ചെറിയ ടൈമിലേക്ക് നടപ്പിലാക്കിയ ഒരു സംവിധാനമായിരുന്നു ഈ ഡീവാല്യൂഷൻ. ഇന്ത്യ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഡീവാല്യൂഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഡീവാല്യൂഷൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തായിരുന്നു ഡീവാല്യൂഷൻ എന്നുള്ള കാര്യവും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ആ ടൈമിലേക്ക് വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കുറച്ചുകൂടി വന്നു. വിദേശ നാണ്യം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. റുപ്പി ഡിവാല്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പ്രോസസ്സ് ഗവൺമെൻറ് റുപ്പി ഡിവാല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു, റുപ്പി കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അതുവഴി എന്ത് ചെയ്യുന്നു, വിദേശത്തു നിന്ന് ആളുകൾ പെട്ടെന്ന് വരുന്നു, കുറേ സാധനങ്ങൾ കിട്ടുമല്ലോ. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവർ എന്ത് ചെയ്യും, കൂടുതൽ ഡോളർ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ, കൂടുതൽ യൂറോ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് പരിഹരിക്കാനുള്ള കുറച്ച് കറൻസികൾ ആ വഴി എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. ഈ കറൻസികൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊരു കാരണമായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഏകദേശം 20% കുറച്ചു. ഇതാണ് റുപ്പി ഡിവാല്യൂട്ട് ചെയ്ത സമയത്ത് എത്ര ശതമാനമാണ്, ചിലപ്പോൾ ഫാക്ച്വൽ ഡാറ്റ ആയിട്ട് ചോദിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, 20% കുറച്ചത്. കൂടാതെ വിനിമയ നിരക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ നിന്നും മാറി വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഈ പറഞ്ഞ വിദേശ വിനിമയ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വിനിമയ നിരക്ക് റിസർവ് ബാങ്ക് ആയിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. വിനിമയ നിരക്കുകൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു, ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ആയിരുന്നു. ഇതിൽ നിന്ന് മാറിക്കൊണ്ട് വിദേശ വിനിമയ വിപണിയാണ് തീരുമാനിക്കുന്നത്. അതായത് എന്ത് മാറ്റി, ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് സിസ്റ്റം മാറ്റിയിട്ട് ഈ പറയുന്ന ഫ്ലോട്ടിങ് രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഫ്ലോട്ടിങ് രീതിയിലേക്ക് മാറുമ്പോൾ എന്താണ്, ഇന്ത്യയുടെ മാർക്കറ്റിലുള്ള ഇത്തരത്തിലുള്ള റേറ്റുകൾ തീരുമാനിക്കുന്ന ആരാണ്, വിദേശ വിനിമയ വിപണിയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഈ പറഞ്ഞ ട്രേഡ് നടത്തുമ്പോൾ ആ മാർക്കറ്റാണ് പ്രധാനമായിട്ട് തീരുമാനിക്കുന്നത്. എന്ത് തീരുമാനിക്കുന്നത്, വിനിമയ നിരക്ക് പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിൻ്റെ ചോദനത്തിനെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. നമ്മൾ ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് ലേംസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും
മനസ്സിലാക്കുക, ഇന്ത്യയുടെ രൂപയുടെ വിനിമയ നിരക്ക് എന്ന് പറയുന്നത് RBIയുടെ കൺട്രോളിലല്ല. ഇനി മുതൽ വിദേശ നാണ്യത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യക്ക് ഒരുപാട് കച്ചവടങ്ങൾ നടത്തുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് ഫോറിൻ കറൻസികളോട് ബന്ധപ്പെടുത്തിയായിരിക്കും കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഫോറിൻ കറൻസികളിൽ ഉൾപ്പെടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ, അത് എത്രത്തോളം അതിന് ഡിമാൻഡ് ഉണ്ട്, എത്രത്തോളം അതിന് സപ്ലൈ ഉണ്ട് എന്നതിനനുസരിച്ച് പിന്നീട് ഇത് മാറാൻ തുടങ്ങി. ഈ പറയുന്ന ഇന്ത്യൻ റുപ്പിയുടെ വിനിമയ നിരക്ക് മാറാൻ തുടങ്ങി. ഗവൺമെന്റ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വേൾഡ് മാർക്കറ്റ് അല്ലെങ്കിൽ വേൾഡ് കറൻസികളോട് ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് മാറാൻ തുടങ്ങി, ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് മാറാൻ തുടങ്ങി. അപ്പോൾ ലിബറൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സാധനത്തിലേക്ക് കടക്കുകയാണ്. LERMS ലേംസ് അല്ലെങ്കിൽ ലിബറൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തതായിട്ട് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട മാറ്റമാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ അഥവാ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഈ മേഖലയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വ്യാപാര നിക്ഷേപ മേഖലാ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യാവസായിക ഉൽപ്പാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. നമ്മൾ മുന്നേ പറയുന്നത് പോലെ ഇന്ത്യയുടെ ട്രേഡ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. ഇന്ത്യൻ കമ്പനീസ് വളർന്നു വരികയാണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസിന് അന്താരാഷ്ട്ര മേഖലകളിലേക്ക് ചെന്നാലും വേറെ രാജ്യങ്ങളിൽ ചെന്നാലും അവിടെ മത്സരക്ഷമത ഉണ്ടായിരിക്കണം. നമ്മുടെ രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപത്തെയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ടെക് ട്രാൻസ്ഫർ വേണം. നമ്മുടെ രാജ്യത്തുള്ള ടെക്നോളജി കുറച്ചുകൂടെ എന്ത് ചെയ്യണം, പെട്ടെന്ന് വളരണമെങ്കിൽ വിദേശത്ത് നിന്നുള്ള കമ്പനികൾ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ടെക് ട്രാൻസ്ഫറുകൾ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഇന്ത്യയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണം. പ്രാദേശിക വ്യവസായങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. ആധുനിക വിവര സാങ്കേതിക വിദ്യ, ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ടെക്നോളജീസ് ഇന്ത്യയിലേക്ക് വരാനുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ക്ലോസ്ഡ് ഇക്കോണമിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇതൊന്നും വരണമെന്നില്ല. പകരം പുതിയ കമ്പനീസ് വരുമ്പോഴും അവരുടെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇന്ത്യയുടെ മാർക്കറ്റും ഇന്ത്യൻ കമ്പനീസും ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ അളവുപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കമ്പനീസും വരുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് മൊത്തം ഡിസ്ട്രോയ് ആയി പോകാൻ പാടില്ല, പണ്ടൊക്കെ സംഭവിച്ചതുപോലെ. പകരം ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ചില വ്യവസായങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ അളവുപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിഫോംസ് ഇന്ത്യ കൊണ്ടുവരികയാണ്. അപ്പോൾ അളവുപരമായിട്ട് ചിലപ്പോൾ ചില ഏരിയാസിൽ ചില സെക്ടറിൽ ഇത്ര പെർസെൻറ്റേജ് പാടുള്ളൂ, ഇത്ര കാര്യങ്ങൾ വേണം എന്നൊക്കെയുള്ള ചെറിയ റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇറക്കുമതിയെ കർശനമായി നിയന്ത്രിച്ചുകൊണ്ടും ഉയർന്ന ഇറക്കുമതി ചുങ്കം നിലനിർത്തിയുമാണ് പ്രധാനമായിട്ടും ചെയ്തത്. അപ്പം എന്തൊക്കെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ അളവുപരമായിട്ടുള്ള നിയന്ത്രണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചില മേഖലകളിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അത് ഇറക്കുമതിയെ കർശനമായിട്ട് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ചില മേഖലകളിൽ. എന്നാൽ ചിലതിന് ഉയർന്ന ഇറക്കുമതി ചുങ്കം നിലനിർത്തിക്കൊണ്ടും ചില കമ്പനീസിനെ അല്ലെങ്കിൽ ചില സെക്ടറുകളെ ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി വ്യാപാര പരിഷ്കാരങ്ങൾ മൊത്തത്തിൽ ലക്ഷ്യമിട്ട് എന്താണ് നമുക്ക് ഓവറോൾ നോക്കാം. എന്തൊക്കെയായിരുന്നു വ്യാപാര നയങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചില സെക്ടറുകളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, ചിലതിനെ ബൂസ്റ്റ് ചെയ്യണം, ചിലതിന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും വ്യാപാര നയം ലക്ഷ്യമിട്ടത് എന്താണ്, ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക. പ്രധാനമായിട്ടും ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവുപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക. ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ച് കൊണ്ടുവരിക. ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി നൽകുന്ന നടപടികൾ ഒഴിവാക്കുക. അപ്പോൾ ഇന്ത്യയിൽ അന്നത്തെ നിലനിന്ന സാഹചര്യത്തിൽ ചില സെക്ടറുകൾ നമ്മൾ പറഞ്ഞു വ്യാപാര നയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ചില മേഖലകളിൽ എന്ത് ചെയ്തിരുന്നു, ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് അപ്പോഴും കീപ്പ് ചെയ്തിരുന്നു. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില ഏരിയാസിൽ പറഞ്ഞ വളരെ താഴെ കിടക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇതുപോലുള്ള ചില ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇതിനൊഴികെ ബാക്കിയുള്ള ഏരിയാസിലെല്ലാം ലിബറലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെ നടത്തിക്കൊണ്ട് പോകുന്ന റിഫോംസുകൾ എല്ലാ മേഖലകളിലേക്കും അല്ല, ചില സെക്ടറുകളിലേക്ക് എന്ത് ചെയ്യുന്നു, പബ്ലിക് സെക്ടറിന് മാറ്റി വെച്ചിട്ടുണ്ട്, ചിലത് ചെറിയ ഇൻഡസ്ട്രികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ വളരെ വലിയൊരു മേഖല പ്രൈവറ്റ് സെക്ടറിന് ഇതുപോലെ അല്ലെങ്കിൽ വേറെ കമ്പനികൾക്കൊക്കെ തുറന്നു കൊടുക്കുകയാണ്. പ്രവർത്തിക്കുന്ന കമ്പനികൾ കുറച്ചുകൂടെ ലിബറലൈസേഷൻ ചെയ്യാനുള്ള ഒരു അനുമതി കൂടെ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ വ്യാപാര നയത്തിലും പ്രധാനമായിട്ട് മുഴുവനായിട്ടുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് മാറ്റിക്കൊണ്ട് ചില മേഖലകളിൽ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്തിരുന്നു, ഇത്തരത്തിൽ ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഇത്തരത്തിൽ കൊണ്ടുവന്നിരുന്ന അളവുപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി എടുക്കുക. ഈ ഇറക്കുമതി ചുങ്ക നിരക്ക് എല്ലാ മേഖലകൾക്കും അല്ല, ചില മേഖലകൾക്ക് ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ച് കൊണ്ടുവരിക. ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി നൽകൽ നടപടികൾ പ്രധാനമായിട്ടും ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഇന്ത്യ നടപ്പ് വരുത്തിയിരുന്ന മേഖലയിൽ നിന്നും അപ്പം എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ട് ഇന്ത്യ നടപ്പ് വരുത്തിയിരുന്ന ലക്ഷ്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുക, തദ്ദേശീയ വ്യവസായങ്ങൾ, ഇന്ത്യയിൽ ഒരുപാട് വ്യവസായങ്ങൾ നടപ്പിലുണ്ടായിരുന്നു. ഈ വ്യവസായങ്ങൾ ഇപ്പോൾ ട്രേഡ് നടത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിക്കുന്ന സമയം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു റിസർവ്ഡ് പോളിസി ആയിരുന്നു നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഈ ഒരു റിസർവ്ഡ് പോളിസി ഇന്ത്യ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ റിഫോംസ് നടപ്പിലാക്കുന്ന കാലഘട്ടം വരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരുന്ന ചില കാര്യങ്ങളാണ് തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതുവരെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ എക്കണോമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ കമ്പനീസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെച്ച് പുലർത്തി കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്.
അപ്പോൾ ആ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇറക്കുമതിയെ കർശനമായിട്ട് നിയന്ത്രിക്കുക എന്നതും വലിയ ഇറക്കുമതി ചുങ്കം നിലനിർത്തിക്കൊണ്ടുമാണ് ഇന്ത്യ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ഈ ഒരു റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ റെസ്ട്രിക്ഷൻസ് ഇന്ത്യ കീപ്പ് ചെയ്തിരുന്നു. അതുവഴി വേറെ കമ്പനികൾക്കൊന്നും ഇന്ത്യയിൽ വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ഇൻഡസ്ട്രികൾ ഫ്ലറിഷ് ചെയ്യാനായിട്ടാണ് ഇന്ത്യ ഈ നടപടികൾ കൊണ്ടുവന്നിരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പുരോഗതികൾ പ്രാപിക്കാനായിട്ട് പറ്റിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ അതിനുശേഷം വ്യാപാര പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇത് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് എന്താണ്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായിട്ടുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി കൊടുക്കുക, ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക, ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ നടപടികൾ ഒഴിവാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നയം നടപ്പിലാക്കിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതായത് അളവുപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക, ഇറക്കുമതി ചുങ്കനിരക്ക് അല്ലെങ്കിൽ താരിഫ് കുറച്ച് കൊണ്ടുവരിക, ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി നൽകൽ നടപടികൾ കുറച്ച് ഒഴിവാക്കി കൊടുക്കുക. ഈ പറയുന്നതിലൂടെ കുറച്ച് റിഫോംസ് നടപ്പിലാക്കുക. ഇതായിരുന്നു ഈ പറയുന്ന റിഫോംസ് നടപ്പിലാക്കുമ്പോൾ വ്യാപാര രംഗത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കുക. അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾക്കും ഇറക്കുമതി പത്രം ഇല്ലാതാക്കി. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള മാറ്റം വരുമ്പോൾ മനസ്സിലാക്കുക, അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വ്യവസായങ്ങൾക്കും ഇറക്കുമതി പത്രം ഇല്ലാതാക്കി. കൂടാതെ 2001 ഏപ്രിൽ മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അപ്പോൾ മനസ്സിലാക്കുക, നിയന്ത്രണം എന്ന് പറയുന്ന റെഗുലേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കുക. 2001 ഏപ്രിൽ മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത അല്ലെങ്കിൽ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ടും ആ കാലഘട്ടത്തിൽ ഒഴിവാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഇന്ത്യൻ സെക്ടറുകൾക്ക് കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്ത് അന്താരാഷ്ട്ര മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എക്സ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തു. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തിന് വിളിക്കുന്ന ഒരു പേരാണ് നിയോ ലിബറലൈസേഷൻ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, കുറേ സെക്ടറുകളിൽ വരുത്തിയ മാറ്റങ്ങളുണ്ട്, ഓരോ മേഖലകളിലും എന്തൊക്കെ രീതിയിലാണ് നടപ്പിലാക്കിയത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, ട്രേഡ് എങ്ങനെയാണ് ഇന്ത്യയിൽ മാറ്റിയെടുത്തത്, ഇതുപോലെ ഓരോ മേഖലകളിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. റിഫോംസ് എന്ന് പറയുമ്പോൾ അതിന് മുന്നിലുള്ള കാലഘട്ടം എന്തായിരുന്നു, ഇതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോംസ് അല്ലെങ്കിൽ ഒരു ഏറ എന്ന് പറയുന്നത് എന്താണ്? നിയോ ലിബറലൈസേഷൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കി കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം എന്ന് നമ്മൾ പറയുമല്ലോ, ക്യാപിറ്റലിസത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നില്ല, ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാണ്. ഇത്തരത്തിൽ നടപ്പിലാക്കുന്ന ഒരു നയമായിരുന്നു നിയോ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന നയമാണ്, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ് ഈ സ്വകാര്യവൽക്കരണം? പ്രൈവറ്റൈസേഷൻ. നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഗവൺമെൻറ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ പറഞ്ഞ പോളിസി സ്വീകരിക്കുന്നുണ്ട്, സ്വകാര്യവൽക്കരണം നടത്തുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ കൂടുതലായിട്ടും വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വിറ്റ് ഒരുപാട് കമ്പനികൾ, പ്രോഫിറ്റ് അല്ലാത്ത ഒരുപാട് കമ്പനികൾ ഗവൺമെൻറ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികൾ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ കമ്പനികളൊക്കെ വിറ്റത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ചെയ്ത് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനികളുടെ ഷെയർ വിറ്റുകൊണ്ട് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നു? ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പബ്ലിക് സെക്ടർ മാറിയിട്ട് പ്രൈവറ്റ് സെക്ടറാക്കി കൊടുക്കുന്നു. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ക്യാപിറ്റൽ എമൗണ്ട് എന്ത് ചെയ്യുന്നു? മറ്റു പല കാര്യങ്ങൾക്ക് ഇവർ ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നാണോ? അല്ല. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? എത്ര ഷെയർ വേണമെങ്കിലും വിൽക്കാം. 10%, 20% ഒക്കെ ഷെയർ വിൽക്കാം. കൺട്രോൾ ആരുടെ കയ്യിലാവാം? ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാവാം. 51% ഉണ്ടെങ്കിൽ കൺട്രോൾ ആരുടെ കയ്യിൽ തന്നെ വരും? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വരും. എന്നാൽ പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 51%-ൽ താഴെ, 49% അതിൽ താഴെ ഗവൺമെൻറ് കയ്യിൽ വെച്ചിട്ട് ബാക്കി ആർക്ക് കൊടുക്കുകയാണ്? ഈ പറഞ്ഞ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഈ കൺട്രോള്, മാനേജറിയൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആരായിരിക്കും? പിന്നീട് ഈ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. അതാണ് ഈ പറഞ്ഞ എന്ത് തമ്മിലുള്ള വ്യത്യാസം? പ്രൈവറ്റൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രക്രിയ കൂടിയുണ്ട്. അതെന്താണെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ. പ്രൈവറ്റൈസേഷനും നമ്മൾ ഡിഫറൻസ് പറഞ്ഞു, എന്തുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരണത്തിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും ഡൈവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് സ്വകാര്യവൽക്കരണം? പൊതുമേഖലയുടെ പങ്ക് കുറച്ചു കൊണ്ടുവന്ന് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നതിനാണ് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. സ്വകാര്യവൽക്കരണ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓഹരി വിൽപ്പനയിലൂടെയാണ് നിക്ഷേപ പിൻവലിക്കൽ നടപ്പിലാക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഓഹരി വിൽപ്പനയിലൂടെ എത്ര ശതമാനം ഷെയറുകൾ വേണമെങ്കിലും ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇനി പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൻ്റെതായ നിക്ഷേപം മൂലധനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഇത് പ്രധാനമായിട്ട് 4 രീതിയിലുണ്ട്. മൊത്ത വിൽപ്പന അഥവാ ഫുൾ സെയിൽ. ഒരു പൊതുമേഖലാ കമ്പനി മൊത്തമായിട്ട് കൊടുക്കുകയാണ്, ഫുൾ ഷെയർ വിറ്റഴിക്കുന്നതിനാണ് നമ്മൾ മൊത്ത വിൽപ്പന എന്ന് പറയുന്നത്. ഓഹരി വിൽപ്പന അഥവാ മൈനോറിറ്റി ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന് ഓഹരി വിൽപ്പന അല്ലെങ്കിൽ മൈനോറിറ്റി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. മുഴുവൻ കൊടുക്കുന്നത് മൊത്ത വിൽപ്പനയും മൈനോറിറ്റി ആയിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ഓഹരി വിൽപ്പന എന്ന് പറയുന്നത് ഒരു ഷെയർ മാത്രം കൊടുക്കുന്നതിനാണ് പറയുന്നത്. ഇനി മൂലധന വിൽപ്പനയാണെങ്കിലോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോൺ കോർ സെക്ടർ. ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത മേഖലയിൽ ഗവൺമെന്റിന്റെ മൂലധനം വിൽക്കുന്നു. ഇവിടെ ഗവൺമെന്റ് ഇനിയും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് നടപടികൾ എന്തായിരിക്കാം? ഇത്തരത്തിലുള്ള മൂലധന വിൽപ്പനകളായിരിക്കാം. ഇവരുടെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇവരുടെ സെക്ടറിന്റെ ആവശ്യം ഇവിടെ ഇല്ല, മേജറായിട്ടും ആളുകൾ അത്രയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വെൽഫെയർ സെക്ടർ അല്ല, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന് ഇത് വിൽക്കാം. അതിനെന്തിൽ പെടുത്താം? മൂലധന വിൽപ്പനയിൽ പെടുത്താം. ഇനി ഇതല്ല, തന്ത്രപരമായ വിൽപ്പനയാണ്. ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളിക്ക് വിൽക്കുന്നു. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അല്ല വെക്കുന്നത്. ഇതുകൊണ്ട് കറക്റ്റായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് ഗവൺമെന്റിന് മനസ്സിലാവുകയാണ്. നമ്മളെക്കാളും എഫിഷ്യൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഇവന് പറ്റും എന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ആ ഒരു പങ്കാളിനെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഇവർക്ക് മാത്രം വിൽക്കാം. അതിനെയാണ് തന്ത്രപരമായ വിൽപ്പന അഥവാ സ്ട്രാറ്റജിക് സെയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് 4 തരത്തിലുണ്ട്. മൊത്തം വിൽക്കാം, മൊത്ത വിൽപ്പന അഥവാ ഫുൾ സെയിൽ. ഒരു ഷെയർ മാത്രം വിൽക്കാം, ഓഹരി വിൽപ്പന അഥവാ മൈനോറിറ്റി ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇതുകൂടാതെ ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത മേഖല ഉണ്ടെങ്കിൽ അതിനെ വിൽക്കുന്നതിന് മൂലധന വിൽപ്പന അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ നോൺ കോർ സെക്ടർ എന്നോ, കൂടാതെ ഒരു പർട്ടിക്കുലർ തിരഞ്ഞെടുത്ത പങ്കാളിക്ക് മാത്രം വിൽക്കുന്നതിനെ തന്ത്രപരമായ വിൽപ്പന അഥവാ സ്ട്രാറ്റജിക് സെയിൽ എന്ന് നമുക്ക് വിളിക്കാം. സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്തുക. പബ്ലിക് സെക്ടർ ആവുന്ന സമയത്ത് ഇവർക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും. വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ആധുനികവൽക്കരണം സുഗമമാക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യണം? പ്രൈവറ്റൈസ് ആയി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ വരുന്ന സമയത്തോ അവരവരുടെ പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഇവിടെ നടപ്പിലാക്കാനായിട്ട് പ്രധാനമായിട്ടും ശ്രമിക്കും. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. കൂടാതെ മാനേജ്മെന്റ് കഴിവുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. അപ്പോൾ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക. മാനേജ്മെന്റ് കഴിവുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ 53% മുകളിൽ ഷെയർ കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിക്കായിരിക്കും അതിന്റെ മാനേജ്മെന്റ് എഫക്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുക. അപ്പോൾ അവരവിടെ ഒരുപാട് ഡിസിഷൻസ് എടുക്കുകയും ഒരുപാട് റിസർച്ചസ് നടത്തുകയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചില മേഖലകളിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമില്ലെങ്കിൽ, അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്ടർ അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് മാർഗ്ഗമായിട്ട് ഈ മാനേജ്മെന്റ് ഡിസിഷൻസ് തന്നെ എന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിന് ഒരു മോട്ടീവിലൊന്ന് അതാണ്. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്താൻ പറ്റും, ആധുനികവൽക്കരണം സുഗമമാക്കാനായിട്ട് പറ്റുന്നു, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നു, മാനേജ്മെന്റിന്റെ കഴിവുകളൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മൊത്തത്തിൽ മെച്ചപ്പെടുത്താനും പറ്റുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 50% താഴെ മാത്രം ഓഹരികൾ വിറ്റഴിക്കുന്നതുകൊണ്ട് ഉടമസ്ഥാവകാശവും നിയന്ത്രണവും പൊതുമേഖലാ കമ്പനിക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ 49, 51 കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? 51% മുകളിൽ ഷെയർ പറ്റുമ്പോൾ ആ പ്രൈവറ്റ് കമ്പനി അവർക്ക് എഴുതി കൊടുക്കുന്ന പോലെയാണ്. മാനേജ്മെന്റ് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നാൽ എത്ര ഷെയർ ഗവൺമെന്റിന് പിന്നെയും കയ്യിലുണ്ടോ അത്രയും ഷെയറുകളുടെ പ്രോഫിറ്റിന് ഷെയർ ആയിട്ട് ഗവൺമെന്റിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ താഴെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? 49% വരെ ഷെയർ ഉള്ളപ്പം അത് താഴെ വിൽക്കാം. അപ്പോൾ നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഷെയറുകൾ മാത്രം കൊടുക്കാം. അതുവഴി ക്യാപിറ്റൽ ഫോം ചെയ്യാം. 20% ഷെയർ കൊടുത്താൽ അത്രയും പൈസ എനിക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോഫിറ്റിന് ഒരു ഷെയർ അത്രയും ഷെയർ അവർക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. എന്നാൽ അത്രയും ക്യാപിറ്റൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇതൊരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ഏറ വന്നപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിലവിൽ ഇതിന്റെ പേരാണ് ഡിപ്പാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇപ്പോൾ ഇതിന്റെ പേര്. എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഡിപ്പാമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് അഥവാ ഡിപ്പാമാണ് ഇതിന്റെ ഇപ്പോഴത്തെ പേര് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെ ഒരു കോൺടെക്സ്റ്റ് ആണ് ഇത് ആഗോളവൽക്കരണം. LPGകളിലെ അവസാനത്തെ ഒരു കോൺടെക്സ്റ്റ് ആണ് ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ? ലോകമേ തറവാട് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് സമന്വയിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് ഇന്ത്യയിൽ മാത്രമല്ല, ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആക്കിക്കൊണ്ട് വേൾഡ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നു. വേൾഡിലുള്ള പല കമ്പനികൾക്കും പല രാജ്യങ്ങൾക്കും ഇന്ത്യയിലും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് വേറെ രാജ്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളതിനൊരു ഉദാഹരണമായിട്ട് യൂറോപ്പിന്റെ കാര്യം പറഞ്ഞു, ഷെൻജൻ റീജിയൻ പറഞ്ഞു. ഷെൻജൻ റീജിയൻ പ്രധാനമായിട്ട് എന്തിൽ വരുന്നു? യൂറോപ്പിന്റെ ഒരു ഭാഗത്ത് യൂറോപ്പിലേക്കുള്ള രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊരു വേൾഡിലേക്ക് മൊത്തത്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട മോട്ടീവുകളിൽ ഒന്നായിട്ട് പറയാം. ഇതിലൂടെ ഇറക്കുമതി തീരുവകൾ ഗണ്യമായി കുറയ്ക്കുകയും വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് മാറ്റിക്കൊണ്ടാണ് ഒരു ഫ്രീ ട്രേഡ് പോളിസി പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രധാനമായിട്ടും ആഗോളവൽക്കരണത്തിലൂടെ ചെയ്യുന്നത്.
വ്യാപാരം, മൂലധന നിക്ഷേപം, സാങ്കേതിക വിദ്യയുടെയും മനുഷ്യവിഭവങ്ങളുടെയും കൈമാറ്റം തുടങ്ങിയവയെ കൂടുതൽ ആഗോളീകരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും സാമ്പത്തിക നയങ്ങളാണെങ്കിൽ ഈ നയങ്ങളുടെ ഫലമാണ് ആഗോളവൽക്കരണം. നമ്മൾ പറഞ്ഞതുപോലെ LPGയിൽ എല്ലും പിയും നടപ്പിലാക്കുകയാണെങ്കിൽ, ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുമ്പോൾ അത് നയങ്ങളാണ്, അത് കൃത്യമായിട്ടുള്ള റോഡ് മാപ്പോട് കൂടി നടപ്പിലാക്കുന്ന നയങ്ങളാണ്. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു, ലിബറലൈസ് ചെയ്ത് കൊടുക്കുന്നു, കമ്പനികൾ ഫ്ലറിഷ് ചെയ്യുന്നു. ഈ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ആഗോളവൽക്കരണം സംഭവിക്കുന്നത്, അല്ലേ? ഈ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണവും സാമ്പത്തിക നയങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് നമുക്ക് എന്തിനെ കാണാം? ആഗോളവൽക്കരണത്തിനെ കാണാം. ഇതിൻ്റെ നടപ്പിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരുന്നു? ഈ പറയുന്ന മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റായിട്ട് ലിങ്ക് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാണ് ആഗോളവൽക്കരണം എന്ന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് മാർക്കറ്റൈസേഷൻ അഥവാ കമ്പോളവൽക്കരണം. എന്താണ്? കമ്പോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തിനിടയാക്കിയ ആശയമാണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഗവൺമെന്റ് കംപ്ലീറ്റ്ലി ഒന്നും ഇടപെടുന്നില്ല, മാർക്കറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ പോകണം, എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് ഉൽപ്പാദിപ്പിക്കണം, ഇത് മുഴുവൻ മാർക്കറ്റ് തീരുമാനിക്കുകയാണ്. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്നും എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്നും അത് എങ്ങനെ വിറ്റഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല, അത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നില്ല, മാർക്കറ്റ് ഫ്ലറിഷ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് ആരായിട്ട് മാറി? മാർക്കറ്റായി. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യുന്നത്, ഇത് എവിടെ വെക്കണം തീരുമാനിക്കുന്നത്. അപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആളുകൾ എന്ത് ചെയ്യും? ഇത് പർച്ചേസ് ചെയ്യും. ചില സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ എന്താണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ അതുപോലെ ആയിരിക്കത്തില്ല, എന്നാൽ നമ്മൾ കാശ് കൊടുത്ത് ഇതൊക്കെ വാങ്ങുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന വസ്തുക്കൾ നമ്മൾ കൺവിൻസ്ഡ് ആയിട്ട് വാങ്ങാൻ തയ്യാറാവുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? മാർക്കറ്റൈസേഷൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ലക്ഷ്യം എന്ത് മാത്രമാണ്? ലാഭം മാത്രമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്കണോമിസ്റ്റ് ആയിരുന്ന പ്രശസ്തനായിട്ടുള്ള അമർത്യ സെൻ പറഞ്ഞ വാക്കുകളാണ്, ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു നയം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു നയമല്ല, അതൊരു പ്രതിഭാസമാണ് എന്ന് പറയുന്നവരാണ് അമർത്യ സെന്നാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്ത് വയ്ക്കുക, ഓർത്ത് വയ്ക്കുക, ആഗോളവൽക്കരണം ഒരു നയമല്ല, അതൊരു പ്രതിഭാസമാണെന്ന് പറയുന്നവരാണ് നമ്മുടെ അമർത്യ സെന്നാണ്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞ ആദ്യം തുടക്കം തൊലേ നമ്മൾ പറഞ്ഞു വരുന്ന സാധനമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളതൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് മുഴുവൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു രാജ്യം നിശ്ചിത കാലയളവിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഒരു വ്യവസ്ഥാപിതമായ ഒരു രേഖയാണ്. നമ്മളത് മുന്നേ പറഞ്ഞിരുന്നു. നമ്മൾ ഒരുപാട് ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ ഈ ട്രേഡൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെക്കോർഡിക്കൽ ഡാറ്റ ഉണ്ടാവും. ഇത് എന്തിൽ പെടുന്നു? ഈ BOP പെടുന്നു. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തേക്ക് വരുന്ന പണത്തിൻ്റെയും ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന പണത്തിൻ്റെയും ഒരു ആകെ തുകയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ 100 രൂപ അങ്ങോട്ട് കച്ചവടത്തിന് കൊടുത്തു, 80 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചു, അപ്പോൾ 20 ബാലൻസ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഈ പേയ്മെന്റുകൾക്ക് ശേഷം 20 രൂപ ബാലൻസ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ജനറലി എന്ത് വിളിക്കാം? ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വിളിക്കാം. ഇതൊക്കെ റെക്കോർഡിക്കലി ട്രാൻസാക്ട് ചെയ്ത ഡാറ്റയാണ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ റെക്കോർഡിക്കലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഡാറ്റയാണ്. ഇതിനാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പ്രധാനമായിട്ടും 2 അക്കൗണ്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് കറണ്ട് അക്കൗണ്ടാണ്. എന്താണ് ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഇതിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ കറണ്ട് അക്കൗണ്ടിൽ. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ കയറ്റുമതി ഉണ്ട്, ഇറക്കുമതി ഉണ്ടാവും. അപ്പോൾ ഇതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്, അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഇതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഇതിൽ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാൻജിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് കാണാൻ കഴിയുന്നവയും കാണാൻ കഴിയാത്തവയും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്കുകളുടെയും കയറ്റുമതികളുടെയും ഇറക്കുമതി, അതായത് ക്രൂഡ് ഓയിൽ, കാറുകൾ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കൾ ഉണ്ടാവും. ഇത് കൂടാതെ അദൃശ്യമായ ഇൻവിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ടാൻജിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സേവനങ്ങളും വിദേശത്തു നിന്നുള്ള വരുമാനങ്ങളും സമ്മാനങ്ങളും വിദേശത്തു നിന്നുള്ളവർ നാട്ടിലേക്ക് അയക്കുന്ന പണവും എല്ലാം അദൃശ്യമായവയിൽ പെടുന്നു, അല്ലെങ്കിൽ ഇൻവിസിബിളിൽ പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് രണ്ടും എന്ത് പറയുന്നു? നമ്മൾ ഇൻവിസിബിൾ ആയിട്ടും വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, ഗുഡ്സ് ആൻഡ് സർവീസുകളെയാണ് പ്രധാനമായിട്ടും കറണ്ട് അക്കൗണ്ടിൽ പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാലോ ഒരു രാജ്യത്തിന്റെ ആസ്തികളിലോ ബാധ്യതകളിലോ മാറ്റം വരുത്തുന്ന സാമ്പത്തിക ഇടപാടുകളെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഹൗസ് ഹോൾഡുകളായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ട്രാൻസാക്ഷൻസ് അല്ല വരുന്നത്. അത് വരുന്നത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. ചെറിയ തരത്തിലുള്ള ഗുഡ്സും സർവീസുകളും ട്രാൻസാക്ട് ചെയ്യാണ്. എന്നാൽ വലിയ കാര്യങ്ങളാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള അസറ്റിനെയോ അല്ലെങ്കിൽ അവരുടെ ബാധ്യതകൾ ഡെപ്റ്റ് കുറയ്ക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് 2 കാര്യങ്ങളും ഉണ്ടാവും. ബാലൻസ് ഓഫ് പേയ്മെന്റ് 2 അക്കൗണ്ടുകളായിട്ടാണ് നടപ്പിലാക്കുന്നത്, കറണ്ട് അക്കൗണ്ടിലുള്ളതും ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളതും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി പ്രധാനമായിട്ടും ഇതിൽ വരുന്ന എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ് FDI ആൻഡ് FPI. നമ്മൾ പറഞ്ഞു ഈ നയങ്ങളൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് ഫോറിൻ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് FDI ആൻഡ് FPI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു മേഖല എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ്ലി ഒരു കമ്പനി വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതല്ലാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ആയിട്ട് ഓരോ പോർട്ട്ഫോളിയോകളിൽ ഓരോ മേഖലകൾ മാത്രമായിട്ട് തിരിച്ച് അവിടെ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടക്കാം, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നടക്കാം. വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് നടത്തുന്ന നിക്ഷേപങ്ങളാണ്. വായ്പകളാവാം,
വിദേശ രാജ്യങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ഇന്ത്യക്ക് കടം വാങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, നമ്മൾ കടബാധ്യത ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം, ഡെപ്റ്റ് കൂട്ടുന്നത് കുറയ്ക്കുന്നതായിട്ടുള്ള വരാം, അസറ്റ് കൂട്ടുന്നതും വരാം. അപ്പോൾ വിദേശത്തു നിന്ന് ഒരു കമ്പനി വന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഇന്ത്യയുടെ ആ അസറ്റ് ക്വാളിറ്റി കൂടുകയാണ്. ആ ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്ത് മേഖലയാണോ അവിടെ ഇന്ത്യയിൽ ഒരു പുതിയ സംരംഭം ഉയർത്തി വരികയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ബാങ്ക് നിക്ഷേപങ്ങളാവാം. വിദേശത്തു നിന്നുള്ള മലയാളികളുടെ നിക്ഷേപങ്ങൾ NRI ഡിപ്പോസിറ്റുകൾ എന്തിൽ വരുന്നു? ക്യാപിറ്റലിലാണ് വരുന്നത്. അത് ഓർത്ത് വയ്ക്കുക. സമ്മാനങ്ങളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, വീട്ടിലേക്ക് നടന്ന ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് എന്തിൽ വരുന്നു? അത് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ വിടുന്നുണ്ടെങ്കിൽ. ബാങ്കിലേക്ക് നടത്തുന്ന നിക്ഷേപങ്ങൾ, ലോങ് ടൈമിലേക്ക് നടത്തുന്ന വലിയ നിക്ഷേപങ്ങൾ അഥവാ NRI ഡിപ്പോസിറ്റുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഡിപ്പോസിറ്റുകളായിരിക്കും. ഇതെല്ലാം എന്തിൽ വരുന്നു? ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിലുമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നതെന്നും എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് BOP ക്രൈസിസ് എന്താണെന്ന് വെച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി തുടങ്ങിയത് എവിടെയായിരുന്നു? BOP ക്രൈസിസിലായിരുന്നു. BOP ക്രൈസിസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഒരു രാജ്യം വിദേശത്ത് നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് പണം നൽകാൻ ആവശ്യമായ വിദേശ നാണ്യം കയ്യിലില്ലാത്ത അവസ്ഥയാണ് നമ്മൾ BOP ക്രൈസിസ് എന്ന് പറയുന്നത്. 91 ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ എവിടെയായിരുന്നു? 91 ക്രൈസിസിലായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ തിരിച്ചെത്തിച്ചേരുകയാണ്. 91 ക്രൈസിസിന്റെ പ്രധാനമായിട്ടുള്ള കാര്യത്തിലൊന്നായിരുന്നു BOP ക്രൈസിസ്. നമ്മളിപ്പോൾ പറഞ്ഞ BOP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആവശ്യത്തിന് പണമില്ലാത്ത കണ്ടീഷൻ. അതിനെയാണ് BOP ക്രൈസിസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡാറ്റയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നുള്ള ഒരു ഫർണിഷിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി BOP 2 സിറ്റുവേഷനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സർപ്ലസ് ആവാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. ഈ രാജ്യത്തേക്ക് വരുന്ന പണം മുഴുവൻ പുറത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ 100 രൂപ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്. എന്നാൽ 80 രൂപയാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് എന്നുള്ള സിറ്റുവേഷൻ വരാം. ഇനി 100 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, 80 രൂപ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാം. അങ്ങനെയാണെങ്കിലോ ഒരു കണ്ടീഷൻ സർപ്ലസും ഒരു കണ്ടീഷൻ ഡെഫിസിറ്റുമാണ്. എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 100 രൂപ കൊടുത്തിട്ട് 80 രൂപയെ കിട്ടിയുള്ളെങ്കിൽ 20 രൂപ ഡെഫിസിറ്റ് ആയിപ്പോയി. അത് നമ്മൾ BOP ഡെഫിസിറ്റ് എന്ന് പറയാം. രാജ്യത്തേക്ക് വരുന്ന പണത്തേക്കാൾ കൂടുതൽ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ BOP സർപ്ലസ് എന്ന് പറയണമെങ്കിലോ നമുക്ക് 100 രൂപ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 80 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 20 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? BOP സർപ്ലസ് ആണെന്ന് പറയാം. ഇന്ത്യക്ക് BOP സർപ്ലസ് ആയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ടായിരുന്നു. അമേരിക്ക പോലെ. അമേരിക്ക ഇതിൽ മാനിപ്പുലേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ട്രേഡുകൾ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും കൂടുതൽ താരിഫ് നടപ്പിലാക്കുന്നത് കറണ്ട് അഫയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ റീഡിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ, പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ BOP ഒക്കെ ഇപ്പോഴത്തെ സിനാരിയോയിൽ റെലവൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ചൈന പോലുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. കൂടുതൽ രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത്. ഓവറോൾ നോക്കിയാലും ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത്. കാരണം ചൈനയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ? അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് പുറം പണിക്കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും പഠിത്തം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ വർക്കുകൾക്ക് പോയിട്ടുണ്ടാകും. അതിൽ ചിലപ്പോൾ പ്രധാനമായിട്ടുള്ള ചില കമ്പനികളായിരിക്കും BPO കമ്പനികൾ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ സദർലൻഡ് പോലുള്ള കമ്പനികളിൽ, ഹിന്ദുജ പോലുള്ള കമ്പനികളിൽ നിങ്ങൾ പോയിട്ടുണ്ടാകും. അങ്ങനെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോൺ പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് പല സ്ഥാപനങ്ങളും അവരുടെ എല്ലാ വർക്കുകളും അവർ സ്വന്തമായിട്ടല്ല ചെയ്യുന്നത്. ഇതിന് പകരം ഇവർ കുറച്ച് കാര്യങ്ങൾ വേറെ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. ഇവർക്ക് അത് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കസ്റ്റമർ കെയർ പോലുള്ള സർവീസുകളാണെങ്കിൽ ഇവർ ഇത് മാത്രം മാനേജ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാവും. ഇതിനെ ഫുള്ളായിട്ട് ഈ കമ്പനിയിൽ സ്വന്തമായിട്ട് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇവരുടെ കസ്റ്റമർ അഡ്രസ്സൽ സംവിധാനങ്ങളെല്ലാം വേറൊരു കമ്പനിക്ക് മറച്ചു കൊടുക്കുന്നു. ഈ മറച്ചു കൊടുക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കയിലുള്ള ഒരു കമ്പനി ആയിരിക്കാം Amazon.in ആണെന്ന് വിചാരിക്കുക, Amazon.com ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ .in ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ .com അമേരിക്കയിലാണ്. ഇപ്പോൾ ഈ .comൽ വരുന്ന സംശയങ്ങളും ഇവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഒരുപാട് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഡെലിവറിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു കസ്റ്റമർ അഡ്രസ്സൽ മെക്കാനിസം വേണം. ഈ മെക്കാനിസം പ്രവർത്തിക്കുന്ന അവിടെയാണെന്ന് നിർബന്ധമില്ല. അവർക്ക് വേണ്ടി പണി ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും കമ്പനി ആയിരിക്കാം. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. അപ്പോൾ അവരുടെ കസ്റ്റമർ കെയർ സംവിധാനം ഇന്ത്യയിലെ മറ്റൊരു കമ്പനി പ്രവർത്തിക്കുകയാണ്. അവർക്ക് വരുന്ന ചാറ്റ് ലോഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നു. ഇവരിത് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്പനിയുടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ കമ്പനി മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ചില കമ്പനികളുണ്ടാവും. ഇപ്പോൾ സദർലൻഡ് പോലുള്ള കമ്പനികളാണെങ്കിൽ ഇവർ ഈ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്നത്, ഈ കസ്റ്റമർ കെയർ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാണ്. അപ്പോൾ പല കമ്പനികളിൽ നിന്ന് വരുന്ന കസ്റ്റമർ കെയറുകളെല്ലാം ഇവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്സോഴ്സ് ഒരു പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ യുവാക്കളുടെ മിക്കവാറും പേരും എന്ത് ചെയ്യുന്നു? പഠിത്തം കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തെ ഗ്യാപ്പിൽ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള BPO കമ്പനികളിലായിരിക്കും ജോലി തേടി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുറം പണിക്കരാർ വന്നതിലോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് മാനേജ് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കതിനെ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ റിലാക്സ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്? ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നായിട്ട് പുറം പണി കരാർ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് വരികയാണ്. ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്തു നിന്ന് തന്നെ നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ, ഇപ്പോൾ നിയമോപദേശങ്ങളായിക്കോട്ടെ, കമ്പ്യൂട്ടർ സേവനങ്ങളായിക്കോട്ടെ, പരസ്യമായിക്കോട്ടെ, സുരക്ഷ ആയിക്കോട്ടെ,
ഇതെല്ലാം തുടങ്ങിയ കമ്പനികളുടെ അതാത് വിഭാഗങ്ങളിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിരുന്നത് കൊടുത്തിരുന്നത്. ഇത് പുറത്തു നിന്നും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും കമ്പനികൾ സ്വീകരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, പുറം പണി കരാർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു കമ്പനിയുടെ എല്ലാ ഫംഗ്ഷൻസും അവർ സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല. ചില കാര്യങ്ങൾ മറ്റ് കമ്പനികൾക്ക് മറച്ചു കൊടുക്കുന്നു, ആ കാര്യം മാത്രം മറ്റേ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചില കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. നമ്മൾ പറഞ്ഞ ഹിന്ദുജ ഗ്രൂപ്പ് പോലെയോ അല്ലെങ്കിൽ സദർലൻഡ് പോലെയുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, പുറം പണി കരാർ എന്ന് പറയുന്നത്. വാർത്താവിനിമയ ബന്ധത്തിലുണ്ടായ വലിയ വികസനം, പ്രത്യേകിച്ചും വിവര സാങ്കേതിക വിദ്യയുടെ വികസനം ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറംപണി കരാറിനെ അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആവുന്ന എപ്പോഴാണ്? ഇപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡ് വളരെയധികം വളർന്നിരിക്കുകയാണ്. ആമസോണിലൊക്കെയാണ് നമുക്ക് കസ്റ്റമർ അഡ്രസ്സിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, വിളിച്ചൊന്നും സംസാരിക്കേണ്ട, ചാറ്റ് ഉണ്ട്, മെസ്സേജസ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാവാം. നമുക്ക് എന്തെങ്കിലും ഒരു പാക്കേജ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ചാറ്റ് ചെയ്യുന്നു, അപ്പോൾ തന്നെ ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളോട് നമ്മൾ പറയുകയാണ് ഇന്ന കാര്യങ്ങളുണ്ടായി, ഇന്ന കാര്യം മാനേജ് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അതിന് എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നു. ഇത്തരത്തിലുള്ള സംവിധാനം വാർത്താവിനിമയ മേഖലയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു കുതിച്ചാട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധനത്തിന് ഡ്രസ്സിൽ അപ്പം തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാനും പറ്റുന്നു. നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റീഫണ്ട് അപ്പം തന്നെ ക്രെഡിറ്റ് ചെയ്ത് തരുന്നു. ഇത്തരത്തിൽ വാർത്താവിനിമയ രംഗത്തും ടെക്നോളജിയിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള ഔട്ട്സോഴ്സിങ്ങിനെ പ്രധാനമായിട്ടും ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഒരാൾക്ക് ഒരു പാക്കേജ് നഷ്ടമായി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട റീഫണ്ട് കൊടുക്കുന്നതോ അയാൾ എവിടെയാണോ അയാളുടെ പാക്കേജ് എത്തിയിരിക്കുന്നത് അത് ട്രാക്ക് ചെയ്യുന്നതോ ഒരു ഇന്ത്യക്കാരനാവാം. ആ കമ്പനി ഇന്ത്യയിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത്രത്തോളം ഈ മേഖല വികസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ശബ്ദാധിഷ്ഠിത ബിസിനസ് പ്രക്രിയകൾ അല്ലെങ്കിൽ വോയിസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, പൊതുവെ പറയുന്നത് നമ്മൾ കോൾ സെൻറ്ററുകൾ, നമ്മൾ പറഞ്ഞ കോൾ സെൻറ്റർ എന്ന് പറയാം. രേഖകൾ സൂക്ഷിക്കുക, അക്കൗണ്ടൻസി, ബാങ്കുകളുടെ സേവനങ്ങൾ, സംഗീത റെക്കോർഡിങ്, സിനിമ എഡിറ്റിംഗ്, പുസ്തകം പകർത്തി എഴുതുക, ചികിത്സാ സംബന്ധമായ ഉപദേശങ്ങൾ ഉണ്ടാവാം, അധ്യാപനം തുടങ്ങിയ സേവനങ്ങൾ വികസിത രാജ്യങ്ങളിലെ കമ്പനികൾ ഇന്ത്യയിൽ നിന്നും പുറപ്പണി കരാർ പ്രകാരം വാങ്ങുന്നു. നമ്മൾ ചിലപ്പോൾ റൗൾ ദ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമിലൊരു സെലിബ്രിറ്റി ഉണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ചെറിയ പ്രായത്തിലെ AI ആയിട്ട് ബന്ധപ്പെട്ട് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിച്ച് അറിവ് നേടിയ വ്യക്തിയായിട്ട് മാറുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അമേരിക്കയിലുള്ള സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സംവിധാനം പോലെ തുടങ്ങിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അമേരിക്കയിലുള്ള ചെറിയ സ്റ്റുഡൻസിന് AI പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ ടെക്നോളജി വളർന്നുകൊണ്ടുകൂടിയും ഈ ഔട്ട്സോഴ്സിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടുകൂടിയും എന്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക, അപ്പോൾ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മറ്റ് പല രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടും പല കാര്യങ്ങളും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ബാങ്കിങ് സേവനങ്ങളാവാം, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാവാം, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, നമ്മൾ ഓൾറെഡി പറഞ്ഞ കോൾ സെൻറ്ററുകളാവാം, കസ്റ്റമർ കെയർ അഡ്രസ്സിൽ സംവിധാനങ്ങളാവാം, മീഡിയ എഡിറ്റിംഗ് ആവാം, അപ്പോൾ സിനിമ പോലുള്ള കാര്യങ്ങളാവാം, അല്ലാത്ത വീഡിയോ എഡിറ്റിംഗ് ആവാം. ഇതുപോലുള്ള പല മേഖലകളിലുള്ള പല കാര്യങ്ങളും, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് ബേസ്ഡ് ആയിട്ടോ വീഡിയോ ബേസ്ഡ് ആയിട്ടോ ഒക്കെ ഉള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവാം. ഇതെല്ലാം എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അവരുടെ സ്ഥലത്തുള്ള ആളുകൾ മാത്രമായിരിക്കില്ല റിക്രൂട്ട് ചെയ്യുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ റിക്രൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് അവർക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വേറെ കമ്പനിക്ക് കൊടുക്കാം. ആ കമ്പനി ചിലപ്പോൾ വേറെ രാജ്യത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ വേൾഡ് ഒരു മാർക്കറ്റ് പോലെ പ്രവർത്തിക്കുകയാണ്. അതിനകത്ത് നമുക്ക് വേണ്ട ടാസ്കുകൾ നമുക്ക് ചെയ്യാം. നമുക്ക് വേണ്ട ആളുകൾ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യാം. അവർക്ക് ടാസ്കുകൾ കൊടുക്കാം. അവർ വേണമെങ്കിൽ ആ കാര്യം വേറൊരു കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള വലിയ സംവിധാനത്തിലൂടെയാണ് ഇന്നത്തെ രാജ്യം, നമ്മുടെ ഇന്നത്തെ ലോകം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഇതിനെ ജനറലി പറയുന്നൊരു പേരാണ് പുറം പണി കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഈ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാചകങ്ങൾ, ചിത്രങ്ങൾ, ശബ്ദങ്ങൾ എന്നിവ സംഖ്യ അല്ലെങ്കിൽ ഡിജിറ്റൈസ്ഡ് രൂപത്തിലാക്കി ആധുനിക വാർത്താവിനിമയ സംവിധാനമായ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി മറ്റ് രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ചാനലുകളെല്ലാം നമ്മൾ ഇവിടെ മാത്രം ഉണ്ടാക്കുന്നതാണോ? ഇപ്പോൾ BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നത്, അവിടുന്ന് ചിത്രീകരണം നടത്തുന്നത് ചിലപ്പോൾ ബ്രിട്ടനിൽ നിന്നായിരിക്കും. അപ്പോൾ BBC ഇന്ത്യ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാനലുകളെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ HBO പോലുള്ള ചാനലുകളുണ്ടാവും, ഡിസ്കവറി പോലുള്ള ചാനലുകളുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വേൾഡ് ഒരു മാർക്കറ്റ് പോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കുറഞ്ഞ വേതന നിരക്ക്, വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്നിവ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുറം പണി കരാർ പദ്ധതിയുടെ അല്ലെങ്കിൽ പുറം കരാർ പണിയുടെ ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റി. ഇന്ത്യയിൽ ഇപ്പോൾ അമേരിക്കയിൽ ഒരു കോൾ സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഔട്ട്സോഴ്സിങ് കമ്പനിക്ക് അവിടെ വേണം പ്രവർത്തിക്കാം. അവിടെ പ്രവർത്തിച്ച് എന്ത് ചെയ്യണം, കൂടുതൽ കോസ്റ്റാണ് അല്ലേ, ഡോളർ ഇന്ത്യക്കാരും വാല്യൂ കൂടുതലാണ്, അവിടെ സാലറിയും കൂടുതലാണ്. അപ്പോൾ അതിന് വരെ ഇന്ത്യ കൊടുക്കുകയാണെങ്കിലോ ഇന്ത്യ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ഔട്ട്സോഴ്സിങ് മാർക്കറ്റായിട്ട് കാണുന്നതിൻ്റെ കാര്യം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും ഈ പറയുന്ന ആളുകളുടെ സാലറി കുറച്ച് കൊടുക്കാനായിട്ട് പ്രധാനമായിട്ട് ഇന്ത്യയെ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ആളുകൾ പ്രധാനമായിട്ട് കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കാനായിട്ട് ഇത് പ്രധാനമായിട്ടൊരു കാരണമായിട്ട് മാറുന്നു. ഈ ലോക വ്യാപാര സംഘടനയെ പറ്റി പറയുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ഇത് ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഗ്ലോബൽ മാർക്കറ്റ് ആക്കാനൊക്കെ. അത്തരത്തിൽ ഗ്ലോബൽ ട്രേഡിനെ ഒരു സിംഗിൾ മാർക്കറ്റാക്കി മാറ്റുക എന്നതുകൊണ്ടും കൂടാതെ നമ്മുടെ ഫ്രീ ട്രേഡുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വന്നു, ലോക വ്യാപാര സംഘടന വന്നു.
അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള വ്യാപാരത്തിന് നിയമങ്ങൾ നിശ്ചയിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നാണ് പ്രധാനമായിട്ടും WTOയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ജനീവയാണ് ഇതിൻ്റെ ആസ്ഥാനം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്, ഇവിടെ സ്വിറ്റ്സർലൻഡിലെ ജനീവ. 1995 ജനുവരി 1, അതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? ഗാട്ട് കരാർ ഉണ്ടായിരുന്നു. ഗാട്ട് കരാർ, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് എന്ന് പറയുന്ന ഗാട്ട് കരാർ അതിന് മുന്നേ ഉണ്ടായിരുന്നു. 1948 ജനുവരി 1 സ്ഥാപിതമായതായിരുന്നു ഗാട്ട് കരാർ. ഈ ഗാട്ട് കരാറാണ് കുറച്ചുകൂടെ പോളിഷ്ഡ് ഫോമിൽ എന്തായിട്ട് മാറിയത്? ലോക വ്യാപാര സംഘടനയായിട്ട് മാറുന്നത്. 1995 ജനുവരി 1 എന്ത് ഫോം ചെയ്യുന്നത്? ലോക വ്യാപാര സംഘടന ഫോം ചെയ്യുന്നത്. ഇന്ത്യ അതിന്റെ സ്ഥാപക അംഗമായിരുന്നു. ഉണ്ടായ സമയത്ത് തന്നെ ഇന്ത്യ അതിന്റെ ഭാഗമായിരുന്നു. താരിഫുകളും മറ്റ് വ്യാപാര തടസ്സങ്ങളും കുറിച്ച് ന്യായമായ മത്സരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വ്യാപാര ചർച്ചകൾക്കും തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വേദിയായിട്ട് മാറുക എന്ന് പറയുന്നതാണ് WTO ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചെയ്യുന്ന പല പോളിസികളും ഈ പറയുന്ന WTO അംഗീകൃതമല്ല. ഉദാഹരണത്തിന് സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്നതൊന്നും ഇവർ അംഗീകൃതമല്ല. സബ്സിഡി കൊടുക്കുമ്പോൾ ഒരു മാർക്കറ്റ് വേറൊരു രാജ്യത്ത് പോയി ട്രേഡ് ചെയ്യുമ്പോൾ ഒരു അനാവശ്യ കോമ്പറ്റീഷൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രികളായിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പ്രധാനമായിട്ടും ഇതിനൊക്കെ എതിരാണ്. സബ്സിഡി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ താരിഫ് ഈടാക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്ന് പത്രം വായിച്ചിട്ട് ആളുകളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഐറ്റങ്ങൾക്ക് വീണ്ടും താരിഫ് കൂട്ടുകയാണ്. 10% കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്തു? വീണ്ടും ഇത്തരത്തിൽ സബ്സിഡി കൊടുത്ത് ഇന്ത്യ അനാവശ്യമായിട്ട് ഒരു എയ്ഡ് കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അമേരിക്ക എതിർത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ടും ഒരു ഫ്രീ ട്രേഡ് കൊണ്ടുവരാനായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് WTO എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ 2 സംഘടനകളാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും വേൾഡ് ബാങ്ക് ഗ്രൂപ്പും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും എന്ന് പറയുന്നത്. 1944 ബ്രട്ടൻ വുഡ്സ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥലമാണ് ബ്രട്ടൻ വുഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്തത്? ഈ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വിളിക്കുന്ന പേരാണ് ബ്രട്ടൻ വുഡ് ട്വിൻസ്. ബ്രട്ടൻ വുഡ് ട്വിൻസ്. എന്താണ് ഈ ബ്രട്ടൻ വുഡ് ട്വിൻസ് എന്ന് പറഞ്ഞാൽ? ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും വിളിക്കുന്ന ഒരു പേരാണ് ബ്രട്ടൻ വുഡ് ട്വിൻസ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാവുന്നത് 1944 അമേരിക്കയിലെ ബ്രട്ടൻ വുഡ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇവർ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ ആസ്ഥാനമാണ് വാഷിംഗ്ടൺ DC. മറ്റേത് ജനീവ ആയിരുന്നെങ്കിൽ ഇവിടെ വാഷിംഗ്ടൺ DC ആണ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരുപാട് ടൈപ്സ്, ഒരു സംഘടനകൾ കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? വേൾഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് IBRD. ഇതിനെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ലോകബാങ്കിന് മറ്റൊരു പേരായിട്ട് അറിയപ്പെടുന്ന തന്നെയുണ്ട്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ IBRD ആണ് ഇത്. നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ പറ്റിയിട്ട് നമ്മൾ വലിയ ഡിസ്കഷൻസ് നടത്തി. എന്തൊക്കെയാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ? ഇതുമായിട്ട് ബന്ധപ്പെടുത്ത സകല ഡീറ്റെയിൽസ് നമ്മൾ അരിച്ചുപെറുക്കി എടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പൊളിറ്റിക്കൽ സെനാരിയോ എന്തായിരുന്നു, ഗ്ലോബൽ സെനാരിയോ എന്തായിരുന്നു, ഇന്ത്യയിലെ സെനാരിയോ എന്തായിരുന്നു, ഇക്കണോമിക് സെനാരിയോ എന്തായിരുന്നു, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എങ്ങനെ ബാധിക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്താണെന്ന് പറഞ്ഞു, ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് പറഞ്ഞു, മാർക്കറ്റൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അരച്ചിറക്കി കുടിച്ചിട്ടുണ്ടെന്ന്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് നടപ്പിലാക്കിയത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കൂടെ നമുക്ക് അറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയപ്പോൾ എന്തൊക്കെ അനുകൂലമായിട്ടുണ്ടായി നോക്കാം. GDPയുടെ വളർച്ചയിൽ വർധനമുണ്ടായി. പിന്നീട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. GDP ഒറ്റയടിക്ക് മാർക്കറ്റ് തുറന്നു കൊടുത്തതുകൊണ്ടും ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ പ്രവർത്തനക്ഷമമായതുകൊണ്ടും ഒറ്റയടിക്ക് ഇന്ത്യയുടെ GDP കുതിച്ചു കയറി. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഇന്ത്യയിലേക്ക് വരുന്ന കമ്പനികളുടെ എണ്ണം കൂടി. ഇവർ ഇന്ത്യയിൽ വന്ന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയുടെ ഈ ഒരു ടോട്ടൽ ഗ്രോത്തിന് കാരണമായി. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇതായിരുന്നു പ്രശ്നം. വിദേശ നാണ്യത്തിന് ട്രേഡ് ചെയ്യാനായിട്ടുള്ള കരുതൽ ശേഖരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആഗോളവൽക്കരണ മേഖലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വിപണി കേന്ദ്രീകൃതമാക്കുക, കുറച്ചുകൂടെ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇക്കോണമി ആയിട്ട് ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്നത് കൈവരിക്കാൻ സാധിച്ചു. ഇന്ത്യയിലേക്ക് വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിച്ചു. പ്രത്യക്ഷ വിദേശ നിക്ഷേപം, വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വരികയും ഇൻവെസ്റ്റ് ചെയ്യുന്നതും കൂടി. GDPയുടെ വളർച്ചയിൽ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. FDI പോലുള്ള കാര്യങ്ങൾ കൂടുകയും ഇന്ത്യയുടെ GDP ഗ്രോത്ത് വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് ചില പ്രതികൂല വശങ്ങളുണ്ടായിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്ടർ പോലുള്ള അഗ്രികൾച്ചർ സെക്ടറിലുള്ള ബൂസ്റ്റുകളൊന്നും ഇതിലുണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അഗ്രികൾച്ചർ ഇൻഫാക്ട് നേരെ താഴത്തേക്കാണ് പോയത്. അഗ്രികൾച്ചറിൻ്റെ ടോട്ടൽ GDP കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉൾപ്പെടെ ആ ഒരു സെക്ടറിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള റിഫോംസിന് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നടന്നിരുന്നത്. അപ്പോൾ GDP ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ടായിരുന്നോ? ഇല്ല. അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാവുന്ന സിറ്റുവേഷൻ എന്ത് ചെയ്തിരുന്നു? വീണ്ടും വന്നിരുന്നു. തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയെങ്കിലും തൊഴിലില്ലായ്മ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഗ്രോത്ത് വിത്ത് എന്താണ് സംഭവിച്ചത്? പറയുന്ന ഗ്രോത്ത് സംഭവിച്ചു. GDP ഗ്രോത്ത് സംഭവിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇക്കണോമിയുടെ പണമൂല്യം മാത്രമേ കൂടുന്നുള്ളൂ. മനസ്സിലായോ? അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുകയാണ്, GDP ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളർച്ചയോടൊപ്പം എന്ത് സംഭവിക്കുന്നില്ല? ഈ പറയുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനായിട്ട് പോവുകയാണ് പിന്നീട് ചെയ്തത്. ഔട്ട്സോഴ്സിംഗ് വരുന്നതോടുകൂടി ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും തൊഴിൽ രഹിത വളർച്ചയാണ് പിന്നീട് നിലനിന്നത്. ഗ്രോത്ത് വിത്തൗട്ട് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കണ്ടീഷൻ സംജാതമായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ
ഈ പറഞ്ഞ മേഖലകളുടെ വികസനത്തോടുകൂടി ഇപ്പോൾ റിഫോംസ് നടപ്പിലാക്കിയതോടുകൂടി ഒരുപാട് മേഖലാ വളർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. ഇന്ത്യ ഓവറോൾ പിന്നീട് ആളുകൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യം തുറന്നു കൊടുത്തു. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ അടിസ്ഥാനമായിട്ട് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്നുള്ളത് മൊത്തത്തിൽ പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ത്യ ഇപ്പോഴും ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു GDP മാത്രം വളരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള മേഖലകളിലുള്ള തളർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇപ്പോഴും ഡെവലപ്ഡ് നേഷൻ ആവാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതുവരെയുള്ള കാലഘട്ടം നോക്കി അതിനേക്കാളും വളരെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇന്ത്യ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. 3-4 സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ GDP നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആ ഒരു സ്റ്റേബിൾ റേറ്റിൽ പോകുന്നുണ്ട്. ഗ്രോത്ത് റേറ്റ് ഒക്കെ നോക്കിയാൽ ഇന്ത്യ ടോപ്പ് 5 എപ്പോഴും കാണാറുണ്ട്. എന്നാൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷനും പോവർട്ടി എന്ന് പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അത്രയ്ക്കധികം സംഭവിച്ചിട്ടില്ല. ആളുകൾ ഇപ്പോഴും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഡെവലപ്ഡ് ആവാനായിട്ട് ഇന്ത്യക്ക് ഒരുപാട് കാലം ഇന്ത്യ മുന്നോട്ട് പോകാനിരിക്കുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഏറയിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 1991 റിഫോംസ് ഇന്ത്യക്ക് ആ മേഖലയിൽ കൊടുത്ത ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല. ഇന്ത്യ പോലെ ഇത്ര അധികം പോപ്പുലേഷനുള്ള രാജ്യത്ത് ഈ പറയുന്ന നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നും എന്ത് ചെയ്തു, റിഫോംസ് നടപ്പിലാക്കിയതോടുകൂടി ഒരു പുതിയ മുന്നേറ്റം നടപ്പിലാക്കാനായിട്ട് ഇനി വരുന്ന ഒരു ഉയർച്ചക്കുള്ള പാത തെളിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ, നമുക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ, ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും പെട്ടെന്ന് 1 ക്ലിക്കിലൂടെ പറ്റുന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ബൂസ്റ്റായി മാറി. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു തുടക്കം കുറിച്ച 1991 റിഫോംസ് കൊണ്ട് കൂടി തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രധാനമായിട്ടും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു, നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ പറ്റിയിട്ടുള്ളതായിരുന്നു. അതിൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്കുപോലെ വിടാതെ. ഇപ്പോൾ ഇത് 10th ലെവൽ എക്സാമുകളായിക്കോട്ടെ, 12th ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, എല്ലാ എക്സാമുകൾക്കും യൂട്ടിലൈസ് ആവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. ഇനി ഒരിക്കലും മനസ്സിൽ നിന്ന് മറന്നു പോകാത്ത രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സെനാരിയോസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് കൊണ്ടും ഇതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലകൾ മുഴുവനും ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഒരു മാർക്ക് പോലും മിസ്സാവാതെ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു കാര്യത്തിനെ പറ്റി ബന്ധപ്പെട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും താങ്ക് യു.